ശരി, ഇതാണോ പ്രധാനമായി? ഇതാണോ? നന്ദിയുണ്ട് സാർ. അതെ സാർ, ശരി. അവർക്കവിടെ ഒരല്പം തിരികെ പ്രതിധ്വനിക്കുന്നത് പോലെ ഞാൻ കണ്ടു. അതുകൊണ്ട് സുപ്രഭാതം സ്നേഹിതരെ. അവിടെ ഏറ്റവും പിന്നിൽ നിങ്ങൾക്കെന്നെ കേൾക്കാമോ? അതിന് നിർത്തി. നന്ദി. ഇന്നു രാവിലെ നേരം അത്തരത്തിലെ ഉത്തമ സാക്ഷ്യങ്ങൾ നൽകിയ ശേഷം ഇവിടെ ഈ പ്രസംഗവേദിയിലേക്ക് വരാനായത് എനിക്ക് ലഭിച്ച ഒരു വിശേഷ അവകാശമായി ഞാൻ കരുതുന്നു. അവർ പറഞ്ഞതിന് മേൽ അല്പം കൂടി ചേർത്ത് പറയാനായി ഇന്നു രാവിലെ നേരം നാം ആനന്ദിക്കേണ്ടതിന് നമ്മുടെ മേൽ അത് അനുഗ്രഹങ്ങളെ കൊണ്ടുവരാനിടയാകട്ടെ. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അവരിൽ കുറച്ചുപേർ വളരെ ശരി സാർ, അതധികം നന്നായിരിക്കുമോ? അവരിൽ ചില പുരുഷന്മാർ ഇവിടെ ഏകദേശം എല്ലാവരും തന്നെ അവർ സംസാരിച്ചതെങ്ങനെ? അതെ, ഇവിടെ ഓരോരുത്തരും വളരെ വാസ്തവവും അത്യുജ്വലവുമായ സാക്ഷ്യങ്ങളാണ് നൽകിയത്. അതിനെ എങ്ങനെ ഞാൻ അനുമോദിക്കണം? കർത്താവിന് വേണ്ടിയുള്ള വളരെ നല്ല സാക്ഷ്യങ്ങളായിരുന്നു. ഇപ്പോൾ നാം വചനത്തെ സമീപിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കാനായി 2-3 മണിക്കൂർ നേരം ജനങ്ങളെ ഇരുത്തിക്കൂടാ എന്നൊരു തീരുമാനം ഞാൻ എന്റെ ഹൃദയത്തിൽ ഈ ആഴ്ചയിൽ എടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്തതിനാൽ ഞാൻ പ്രേരണയാൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസം ലഭിച്ച ഒരുവന് അവനും കൂടെ പ്രേരിപ്പിക്കപ്പെടാറുണ്ട്. അവന്റെ വിദ്യാഭ്യാസത്താൽ അവൻ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വാക്കുകളെ നിരത്തിക്കൊണ്ട് അവന് വിവരിക്കാൻ കഴിയും. അവൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ജനങ്ങളോട് വിവരിക്കാനും കഴിയും. വിദ്യാഭ്യാസം കൂടാതെ എനിക്ക് ലഭിക്കുന്ന പ്രേരണയെ പ്രകൃതിയുടെ ചിഹ്നങ്ങളാലും മറ്റും എടുത്തുകൊണ്ട് പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അത് ശരിക്കും ഗ്രഹിക്കാനായി ചില നേരങ്ങളിൽ ജനങ്ങൾക്ക് വളരെ കാഠിന്യം തോന്നുന്നു. ദൈവവും അതേ രീതികൾ തന്നെ അത് ചെയ്തിരിക്കുന്നു എന്ന് ബൈബിളിൽ നിന്നും ഞാൻ കണ്ടുപിടിക്കുവോളം അതെന്നെയും വളരെ അസ്വസ്ഥനാക്കിയിരുന്നു. യോഹന്നാൻ സ്നാപകനെ പോലെ അവന്റെ വിദ്യാഭ്യാസത്തെപ്പറ്റി നമ്മുടെ പക്കൽ ഒരു രേഖയുമില്ല. പിന്നെയോ അവൻ വനാന്തരത്തു നിന്നും പുറപ്പെട്ടു വരുമ്പോൾ അവൻ തന്റെ കൂട്ടായ്മയോട് സംസാരിക്കാൻ തുടങ്ങി. ആ ദിവസത്തെ സഭയോട് സംസാരിക്കാൻ തുടങ്ങുന്നതായി നാം കാണുന്നു. അവൻ അത് സ്പഷ്ടമാക്കിയിരുന്നത് എങ്ങനെയെന്ന് നാം കണ്ടു. അവൻ പറഞ്ഞു, സർപ്പത്തിന്റെ തലമുറക്കാരെ നോക്കൂ. അതാണ് അവൻ ഉപയോഗിച്ചത്. പ്രകൃതിയും വനാന്തരവും. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ചതിക്കുന്നതും വഴുവഴുക്കലുള്ളതും ചെളിയുള്ളതുമായ എന്തോ ചിലത്. ഇപ്പോൾ മറ്റൊരു മനുഷ്യന് കപടവേഷധാരികൾ എന്നുള്ളതിന് പകരം മറ്റെന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ച് അതിനെ സ്പഷ്ടീകരിക്കാനാകുമായിരുന്നു. എന്നാൽ യോഹന്നാൻ സർപ്പം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എല്ലാവരും അവൻ സംസാരിച്ചെന്താണെന്ന് മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെയും അവൻ പറഞ്ഞു തുടങ്ങിയത്, ഞങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നൊന്നും വിചാരിച്ച് നിങ്ങളിൽ തന്നെ പറയാൻ തുടങ്ങരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് ഇവിടെയുള്ള ഈ കല്ലുകളിൽ നിന്നും നോക്കൂ, ഏതെങ്കിലും ഒരു മഹത്തായ എന്തിൽ നിന്നെങ്കിലുമല്ല, ഈ കല്ലുകളിൽ നിന്നും ദൈവത്തിന് കഴിയും. അവൻ അതിനെ പ്രകൃതിപരമായി സ്പഷ്ടമാക്കി. കൂടാതെ അത് മാത്രമല്ല, വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു സഹോദരന് അത് പ്രേരണയാൽ തന്നെ ഇങ്ങനെയും പറയാനാകും. അവൻ ഉന്മൂലം ചെയ്തു കളയും. അവൻ പറഞ്ഞു, വൃക്ഷത്തിന് ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നോക്കൂ, അത് എങ്ങനെയും അതിനെ ഉന്മൂലം ചെയ്യും. കാരണം അതങ്ങനെ ആയിരുന്നെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഒരുപക്ഷെ അവൻ ഒരിക്കലും ഒരു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തതിനാൽ അവൻ അത്തരത്തിലെ സ്പഷ്ടീകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു നിമിഷത്തേക്ക് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. എനിക്ക് പ്രാർത്ഥനയ്ക്കായി ഇവിടെ അപേക്ഷകളുണ്ട്. അതാണ് എന്റെ പൗരോഹിത്യം, രോഗികൾക്കായി പ്രാർത്ഥിക്കുക. എനിക്കിവിടെ കുറച്ച് അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പ്രമുഖമായ അപേക്ഷകളാണ്. ഇവിടെയും അനേകമുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഓർമ്മിക്കാനായി ഇന്ന് രാവിലെ നേരം ഇവിടെ ആരെങ്കിലുമുണ്ടോ? അതെ, നിങ്ങളുടെ കൈ നിങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തി പറയുമോ? നാം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷകളെ പിടിച്ചുകൊള്ളുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ പാവനതയിലേക്ക് ഈ ജനങ്ങൾ ഓരോരുത്തരും എഴുതിയ അവരുടെ അപേക്ഷകളുമായി ഞാനവയെ ഇവിടെ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഈ യാചനകളെ അപേക്ഷിക്കാനായി അവിടുത്തെ വിശുദ്ധ കുഞ്ഞിന്റെ നാമമായ കർത്താവായ യേശുവിടെ സമീപിക്കുന്നു. വിശേഷാൽ അപകടത്തിൽ ക്ഷതമേറ്റിരിക്കുന്ന ഈ സഹോദരന്റെ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ മകൾക്കും കൂടെയാകുന്നു. കർത്താവെ, ഞാൻ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഞാൻ മറ്റുള്ള എല്ലാ അപേക്ഷകൾക്കായും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് രഹസ്യമായിരിക്കുന്ന ഒന്ന് കൈകൾ ഉയർത്തിയിരിക്കുന്നവർക്ക് മാത്രമേ അതറിയൂ. എന്നാൽ നീ അനന്തനായ ദൈവമായിരിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകളുടെ ഉദ്ദേശം എന്താണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. നീ അതിന് ഉത്തരം അരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്കായി കാത്തിരിക്കുമ്പോൾ ഇപ്പോൾ വായിക്കാൻ പോകുന്ന ഈ ചില വാക്കുകളെ നീ എടുത്ത് അവയെ ഞങ്ങൾക്ക് ഉത്തേജിപ്പിച്ചു തരണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും അടുക്കിലേക്ക് അത് കൊണ്ടുവന്നിട്ട് വചനത്തിന്റെ വ്യാഖ്യാനത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനിടയാകട്ടെ. ഇത് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. അതെ സർ, സഹോദര, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളൂ. അത് കൊള്ളാം.
ഇപ്പോൾ ഞാൻ തിരിക്കുന്നേരം എനിക്കൊന്ന് ഒരു കുറിമാനമോ മറ്റൊന്നും കൂടാതെ എന്റെ തിരുവെഴുത്തുകളും മറ്റും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഞാൻ 25 കഴിഞ്ഞതിന് ശേഷം അതത്രയും നന്നായി പ്രവർത്തിക്കുന്നില്ല. അതെനിക്ക് എഴുതി വെച്ച് തന്നെ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോകാൻ പോകുന്നത് അത് കൂടുതൽ നന്നായിരിക്കുന്നോ? നിങ്ങൾക്ക് വളരെ നന്നായി കേൾക്കാനാകുന്നോ? ഇല്ല, പുറകിൽ അവർ അവരുടെ തല കുലുക്കുന്നുണ്ട്. ഒരുപക്ഷെ നിന്നിട്ട് ശരി, ഇത് പ്രകാരം വെച്ചാലോ? നിങ്ങൾക്കത് കേൾക്കാമോ? അതിനെക്കുറിച്ച് എന്താണ്? അതല്ലേ കൂടുതൽ നന്നായിരിക്കുക? വളരെ നന്നായിരിക്കുന്നു. കൊള്ളാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ യെശയ്യാവ് 42:1 തുടങ്ങി 7 പിന്നെ മത്തായി 4:15-16 ക്ഷണിക്കാൻ ആശിക്കുന്നു. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ച ഉണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തുകയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. കൂരിരട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറിൽ നിന്നും അന്ധകാരം നിന്നും ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വെടിവെപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വെടിവെപ്പാനും. ഇപ്പോൾ വിശുദ്ധ മത്തായി 4:12 വാക്യം തുടങ്ങി നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബുലൂ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളും ഗലീലയും. ഇങ്ങനെ ഇരുട്ടിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത നിവൃത്തി വരുവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. കർത്താവ് തന്റെ വചനത്തെ ആശീർവദിക്കാനിടവരട്ടെ. ഇപ്പോൾ ഇന്നു രാവിലെ നേരത്തിന് വിഷയം വിളക്ക് തെളിക്കുക. എന്നാൽ കഴിയുന്ന അത്രയും വേഗത്തിൽ ആയതിനാൽ നിങ്ങൾക്കുടൻ തന്നെ അടുത്ത നിയമനത്തിലേക്ക് കടക്കാനാവുകയും ചെയ്യും. അത് ഏകദേശം 45 നിമിഷത്തേക്കായിരിക്കും. ശ്രീമാൻ നിക് അനാലിയെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇവിടെ സന്നിഹിതനാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ട്രക്ക് പുറമെ കണ്ടിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ വേട്ടയാടലുകളിൽ ഒന്നിൽ ഞാൻ ഇവിടെ അരിസോണയിലേക്ക് ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ സൂപ്പർസ്റ്റിഷ്യസ് മൗണ്ടൻ അന്ധവിശ്വാസങ്ങളുടെ പർവ്വതത്തിന്റെ അടുത്തായിരിക്കുകയായിരുന്നു. ഞാനത് വളരെ കാലമായി കേട്ടിരുന്നു. ആ അന്ധവിശ്വാസത്തെപ്പറ്റി വളരെയേറെ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായി ഞാൻ അതിലേക്ക് നോക്കിയതോർക്കുന്നു. അത് നേരം പുലരും മുമ്പായിരുന്നു. എനിക്ക് കിഴക്കായി ഒരു വലിയ ഭൂതത്തെ പോലെയുള്ള നിഴൽ തൂങ്ങിക്കിടന്നിരുന്നു. അതൊരു അന്ധവിശ്വാസമായി അറിയപ്പെട്ടിരുന്നു. അതിന്റെ അടുത്തേക്ക് ഇന്ത്യക്കാർ പോയിരുന്നില്ല എന്നും അവർ എങ്ങനെ ഭയന്നിരുന്നു എന്നും സ്പാനിഷുകാർ പണ്ടുകാലത്ത് സ്വർണം തേടി നടക്കുമ്പോൾ അവർ അവരോട് തെറ്റായി പെരുമാറിയിരുന്നത് എങ്ങനെയാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂതാത്മാക്കൾ അതിൽ ജീവിക്കുന്നു എന്നവർ വിശ്വസിച്ചിരുന്നു. ഇതെല്ലാം എന്റെ ജിജ്ഞാസയെ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ എനിക്ക് ആ അന്ധവിശ്വാസങ്ങൾ ആദ്യമായി കാണാൻ വേണ്ടി പലപ്പോഴും മിന്നി മിന്നി പ്രകാശിക്കുന്ന ഒരു വൈദ്യുതിയുമേ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ കഴിയുവോളം ഞാനത് ശ്രദ്ധിച്ചു. അല്പം കഴിഞ്ഞ് ഇരുളിന്റെ മേൽ സൂര്യന്റെ തേജസ് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ അത് വെളിച്ചത്തൊന്നും ഇരുളിനെ വേർതിരിച്ചിട്ട് ഇരുളിനെ പിന്നിലേക്ക് തള്ളിക്കളഞ്ഞു.
അവസാനം അവൾ അവളുടെ തിളക്കത്തിൽ ഉയർന്നിട്ട് പർവ്വതത്തിന്റെ ഏറ്റവും മേലെ വന്നപ്പോൾ ആ അന്ധവിശ്വാസം എന്തായിരുന്നു എന്നുള്ളതിനെ തുറന്നു കാട്ടി. അത് അതിന്റെ ചെപ്പ് തുറന്നിട്ട് അതെന്തായിരുന്നു എന്ന് തുറന്നു കാട്ടി. അന്ധവിശ്വാസത്തിന്മേൽ എനിക്കുണ്ടായിരുന്ന സകല പ്രേതവും എന്റെ ഭയവും അതിന്മേൽ സൂര്യൻ അതിന്റെ ശക്തിയാൽ ജ്വലിച്ചപ്പോൾ സകലതും പറന്നുപോയി. ഈ ഭൂമിയിലെ പ്രകാശങ്ങളുടെയും പ്രകൃതിയിലെ എല്ലാ പ്രകാശങ്ങളുടെയും രാജാവ് സൂര്യനാകുന്നു. നമുക്ക് എത്രമാത്രം മനുഷ്യനിർമ്മിത പ്രകാശങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, എത്രമാത്രം മഹത്തായ ഇലക്ട്രിക് തരംഗങ്ങൾ നമുക്കുണ്ടാക്കാനായാലും സൂര്യൻ ഉദിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം മങ്ങിപ്പോകുന്നു. ദൈവത്തിന്റെ വചനമായും അതേ കാര്യം തന്നെയാകുന്നു. ദൈവത്തിന്റെ വചനം ഉദിക്കുമ്പോൾ സകല അന്ധവിശ്വാസങ്ങളും വിഭാഗീയ സഭാ സംബന്ധിയായ മതഭ്രാന്തും മറ്റും പടർന്നു ദൂരമായിട്ട് അത് തികച്ചും എന്തായിരുന്നു എന്ന് കാണിക്കുന്നു. ആദിയിൽ ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം മാത്രമേ വന്നുള്ളൂ. യഥാർത്ഥ വെളിച്ചം, രാജാവായ വെളിച്ചം ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. ആദിയിൽ ദൈവം ഇരുളിൽ നിന്നും വെളിച്ചത്തെ വേർപെടുത്തി. മാത്രമല്ല, ദൈവത്തിന്റെ വചനം പ്രത്യക്ഷമായി വരുമ്പോഴെല്ലാം എല്ലായ്പ്പോഴും ഇരുളിൽ നിന്നും വെളിച്ചത്തെ വേർപെടുത്തുന്നു. ഇതോ അതോ മറ്റേതുമായി ജനങ്ങൾക്ക് എഴുന്നേൽക്കാം. ഇസങ്ങൾക്ക് ഉയർന്നു വരാം. കമ്മ്യൂണിസം, ഫാസിസം, മറ്റുള്ള എല്ലാ ഇസങ്ങൾക്കും ഉയർന്നു വരാം. അന്ധവിശ്വാസങ്ങൾ, മതവിശ്വാസങ്ങൾ, അത് എന്തു തന്നെയായാലും ഉയർന്നു വരാം. എന്നാൽ ബൈബിളിലെ രാജാവായ വെളിച്ചം കടന്നു വരുമ്പോൾ സകല അന്ധവിശ്വാസങ്ങളും മറ്റും. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് അവിടെയുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അത് സമർത്ഥിച്ചു കാണിക്കുവോളം, അതാണ് വെളിച്ചമെന്ന് തെളിയിക്കുവോളം പിന്നെ നമുക്ക് അതിനെതിരായി വാദിക്കാനുള്ള ഒരവകാശവുമില്ല. കാരണം അത് മറ്റുള്ള എല്ലാ വെളിച്ചങ്ങളെയും അടിച്ചു പുറത്താക്കുന്നു. യേശു പറഞ്ഞു, സകല മനുഷ്യരുടെ വാക്ക് ഭോഷ്കും എന്റേത് സത്യവുമായിരിക്കട്ടെ. എല്ലായിടത്തുമുള്ള സകല മനുഷ്യരുടെ വാക്കിലും എല്ലാത്തിന്മേലും അവന്റെ വചനം ശ്രേഷ്ഠമാകുന്നു. അവന്റെ വചനം വെളിച്ചമാകുന്നു. ആദിയിൽ ഇരുളും അന്ധകാരവുമായി ഇടകലർന്നിരുന്നെന്ന് നാം അറിയുന്നു. ലോകം തിരിയുമ്പോൾ അവനൊരു വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടായിരുന്നെന്ന് ദൈവം അറിഞ്ഞിരുന്നു. ഇപ്പോൾ അവന്റെ വിത്ത് ആദ്യം തന്നെ ഭൂമിയിലുണ്ടായിരുന്നു. കാരണം അവൻ അതിനെ അവിടെ പാകിയിരുന്നു. ആ വിത്തിനെ മുളപ്പിക്കാനായി, ആ വിത്തിനെ ജീവിപ്പിക്കാനായി അവൻ വെളിച്ചം ആവശ്യമുണ്ടെന്നറിയാമായിരുന്നു. കാരണം വിത്ത് അവിടെ മുന്നമേ ഉണ്ടായിരുന്നു. അത് ഓരോ സഭാകാലത്തിലും എന്ന പോലെ ഓരോ കാലത്തിലും എന്ത് സംഭവിക്കുമെന്ന് ദൈവം നമ്മോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അവൻ ആവശ്യമായിരുന്ന ഏക കാര്യം ആ കാലത്തിലേക്ക് ജീവിക്കേണ്ടതിന് തിരുവഴുത്തിന്മേൽ ദൈവത്തിന് വെളിച്ചം പ്രത്യക്ഷമാക്കുക എന്നത് മാത്രമായിരുന്നു. ഇത്രയും വെളിച്ചത്തിന് വചനത്തിന്മേൽ കടക്കാനായാൽ അത് ചെയ്യുന്നു. ആ വചനം അഴുകിയാൽ അത് അതിനെ ആ കാലത്തിലേക്ക് വാഗ്ദത്തം ചെയ്തിരുന്നതിനെ ജീവിപ്പിക്കും. നിങ്ങളൊരു സമയം ഗോതമ്പോ അതല്ല മറ്റു സമയം ധാന്യമോ വിതച്ചിട്ടുണ്ടായിരിക്കാം. ചിലത് മറ്റുള്ളവയേക്കാൾ സാവധാനം കടന്നു വരുന്നു. കാരണം അത് സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഒരു സമയത്ത് വരുന്നു. ന്യായപ്രമാണവും കൃപയും അങ്ങനെയുള്ളത് മറ്റും അത് നമുക്ക് സഭാകാലങ്ങളിൽ കിട്ടിയിരുന്നു. കൂടാതെ ഓരോ സമയത്തും ആ വിത്തിലുണ്ടായിരുന്ന ജീവൻ മുളച്ചു വന്ന് വെളിച്ചം വിതറിക്കൊണ്ട് പ്രത്യക്ഷമാക്കുന്ന വിധത്തിലുമാകുന്നു. ദൈവത്തിന്റെ വചനത്താൽ സൂര്യൻ ഇന്ന് പ്രകാശിക്കുന്നു. കാരണം സൂര്യൻ പോലും ദൈവത്തിന്റെ വചനം പ്രത്യക്ഷമായി വന്നതിനാലാണ് ആനന്ദിക്കുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ നാം ഈ പുറമേ കാണുന്ന സൂര്യ വെളിച്ചമുണ്ടായി. അത് ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. വെളിച്ചമുണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ അത് ഉളവായില്ലെങ്കിൽ എന്താകുമായിരുന്നു? പിന്നെ അത് അരുളി ചെയ്തത് ദൈവമല്ല. അതവിടെ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞാൽ അതവിടെ ഉണ്ടാകും. ആയതിനാൽ ഉൽപ്പത്തിയിൽ ദൈവം അരുളി ചെയ്ത വചനം പ്രത്യക്ഷമായതാണ് ഇന്ന് നാം ആനന്ദിക്കുന്ന സൂര്യവെളിച്ചം എന്ന് നാം അറിയുന്നു. ഇന്നുള്ള ദൈവത്തിന്റെ വെളിച്ചം അവന്റെ പുത്രനാണെന്ന് നാം തിരിച്ചറിയുന്നു. ആ ഒന്ന് SUN സൂര്യനായിരുന്നു. ഈ ഒന്ന് SON സൺ പുത്രനാകുന്നു. SON പുത്രൻ ബൈബിളാകുന്നു. അവനായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. എബ്രായർ 13:8 അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അതെല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനമാകുന്നു. നോഹയിൽ ക്രിസ്തുവായിരുന്നു. മോശയിൽ ക്രിസ്തുവായിരുന്നു. നിരസിക്കപ്പെട്ട രാജാവായി പട്ടണത്തെ നോക്കിയിരുന്ന ദാവീദിൽ ക്രിസ്തുവായിരുന്നു. അവിടെ 800 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തു അവിടെ ഇരുന്നിട്ട് ദാവീദായിരുന്നത് പോലെ നിരസിക്കപ്പെട്ട രാജാവായിരുന്ന പട്ടണത്തെ നോക്കി കരഞ്ഞു. അതെപ്പോഴും ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനം യേശു ക്രിസ്തുവിലൂടെ സമ്പൂർണമായി പ്രത്യക്ഷമാക്കപ്പെട്ട് പ്രകടമാക്കി. വെളിച്ചത്തെ കൂടാതെ ഒരു ജീവനും പുറപ്പെട്ടു വരാനാകില്ല. വെളിച്ചം ഉത്പാദിപ്പിക്കുന്നു. വെളിച്ചം ജീവനെ ഉത്പാദിപ്പിക്കുന്നു. പ്രാകൃതമോ ആത്മീയമോ വെളിച്ചത്തെ കൂടാതെ ജീവനുണ്ടാകില്ല.
അവിടെ അതുണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമേ വെളിച്ചത്തിന് കടന്നു വരാനാകൂ. അത് പ്രത്യക്ഷമായി വരുമ്പോൾ അത് ദൈവത്തിന്റെ വചനം വെളിച്ചമായി തീരുന്നതാകുന്നു. ദൈവം എല്ലാ വിത്തിനെയും പാകിയിരിക്കുന്നത് പോലെ അതൊരു വിത്ത് ഇവിടെ പാകിയിരിക്കുന്നതാകുന്നു. മുൻപേ തന്നെ നമ്മുടെ ശരീരങ്ങൾ ഈ ഭൂമിയിൽ അതെ ഓരോ തലത്തിലെ വെളിച്ചവും ഇവിടെ ഉണ്ടാകും മുമ്പ് ഒരു ജീവനോ അതല്ല എന്തും ഇവിടെ കാൽഷ്യമോ പൊട്ടാഷ്യമോ പെട്രോളിയമോ കോസ്മിക് വെളിച്ചമോ എന്തു തന്നെയായാലും അതിവിടെ ഉണ്ടായിരുന്നു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു. അതവന്റെ അരുളി ചെയ്ത വചനം മാത്രമാണ് അതിനെ കാഴ്ചയിൽ കൊണ്ടുവന്നത്. അത് സസ്യജീവനോ അതല്ല മരത്തിന്റെ ജീവനോ അതല്ല ഇവിടെയുള്ള ഏതൊരു ജീവനിലും ചെയ്തതുപോലെ ചെയ്തുള്ളൂ. അവന്റെ വെളിച്ചത്തെ കൂടാതെ പ്രാകൃതമായതിനോ അതല്ല ആത്മീയമായതിനോ യാതൊന്നിനും ജീവിക്കാൻ കഴിയില്ല. മാത്രമല്ല അവന്റെ വചനം വെളിച്ചവും ജീവനുമാകുന്നു. എന്നാൽ അവൻ തന്നെ വെളിച്ചമയച്ച് ജനങ്ങളെ തിരിച്ചറിയിച്ചപ്പോൾ ആ സമയത്ത് അത് നിരസിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് പിന്നെ എന്താണ്? അതിനെപ്പറ്റി ഇന്ന് രാവിലെ നേരം നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിച്ചത്തെ നിരസിക്കുക. അവരാൽ അയക്കപ്പെട്ടു, അന്നായിരുന്നതുപോലെ തന്നെ നിരസിക്കപ്പെട്ടു. ഇതാ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന ദാസൻ, അവൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. അവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. എന്നാൽ അവൻ നിരസിക്കപ്പെട്ടു. അതാണ് ദാരുണമായ ഭാഗം. ദൈവം വെളിച്ചത്തെ പ്രത്യക്ഷമാക്കുന്ന ഓരോ സമയത്തും അത് അതേ അവസ്ഥയെ തന്നെ നേരിടുന്നു. സ്വയം ലോകം തന്നെ വെളിച്ചത്തെ നിരസിച്ചു കളയുന്നു. എന്തുകൊണ്ടാണ്? അത് ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുന്നു. ഓരോ കാലത്തും ദൈവം തന്റെ വചനത്തെ ഇത്രയും ഈ കാലത്തേക്കായി നിയമിച്ചിരിക്കുകയും ആ വചനത്തെ പ്രത്യക്ഷമാക്കി കാണിക്കാനായി അവൻ ആരെയെങ്കിലും അയക്കുകയും ചെയ്യുന്നു. മശിഹ ആയി യേശു വരുമെന്ന് 4000 വർഷം കൊണ്ട് പ്രവചിച്ചു പോന്നു. അവൻ വന്നപ്പോൾ അവൻ മശിഹായുടെ ഓരോ വാഗ്ദാനത്തെയും പ്രത്യക്ഷമാക്കി. എന്നാൽ എന്നിട്ടും ലോകത്തിലെ ജനങ്ങൾ, സഭകൾ അങ്ങനെയുള്ളതിന് മറ്റും അവനെപ്പറ്റി ഒന്നും അറിയാനായില്ല. അതിന്റെ കാരണം അവരെ ഇത് അറിയുന്നതൊന്നും ദൂരമാക്കേണ്ടതിന് അവർ മറ്റെന്തോ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ വെറുതെ ഒരു മനുഷ്യൻ, നമുക്ക് പ്രാകൃതമായ വശത്തെടുക്കാം. സൂര്യന്റെ കീഴിൽ നടക്കാനായി ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ, എന്തിനു വേണ്ടിയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്? കൂടാതെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാമോ? അവൻ തന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് ഓടിപ്പോയി വാതിൽ അടച്ചിട്ട് ഷെയ്ഡ് വലിച്ച് താഴിട്ടുകൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്ന നിരസിക്കുകയോ? അവൻ അതിന്റെ വിശേഷാവകാശങ്ങളെ നിരസിക്കുന്നു. അവൻ അതിന്റെ ചൂടുള്ള രശ്മികളെ, അതിന്റെ ജീവൻ തരുന്ന മാർഗത്തെ നിരസിക്കുന്നു. അത് പരത്തുന്ന പ്രകാശത്തിൽ അവൻ എവിടെ നിന്ന് വന്നു എന്നും അവൻ എവിടേക്ക് പോകുന്നു എന്നും അവന് കാണാൻ കഴിയുന്നതിനെ അവൻ നിരസിക്കുന്നു. അവനത് നിരസിക്കുന്നു. എല്ലായിടത്തുമുള്ള സകല വിളക്കുകളെയും കെടുത്തിയിട്ട് കെട്ടിടത്തിന്റെ അടിത്തറയിലേക്ക് ഓടിപ്പോയി ഷെയ്ഡ് വലിച്ച് താഴ്ത്തിയിട്ടുകൊണ്ട് സൂര്യൻ പ്രകാശിക്ക് തിരിച്ചറിയുന്നത് ഞാൻ നിരസിക്കുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ആ മനുഷ്യന് മാനസികമായി എന്തോ തകരാറുണ്ട്. ആർക്കും അതറിയാം. ആ മനുഷ്യൻ അവിടെ എന്തോ തകരാറുണ്ടെന്നൊരു പ്രാകൃത മനസ്സുള്ളവൻ നിങ്ങളോട് പറയും. അതായത് അവൻ എന്തോ സംഭവിച്ചിരിക്കുന്നു. അവന് തന്റെ യുക്തചിന്ത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതെ, ഈ ദിവസത്തേക്കുള്ള സുവിശേഷ വെളിച്ചം വാസ്തവമായും ഇന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിധമുള്ള ഒഴികഴിവുമായി ഒരുവൻ തന്നെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്രകാരം തന്നെ നാം ഈ ജീവിക്കുന്ന മണിക്കൂറിൽ സംഭവിക്കുന്നു. അതിൽ നിന്നും ഒരു മനുഷ്യൻ മനഃപൂർവ്വം ദൂരമായിട്ട് എന്തിലേക്കെങ്കിലും പോയി കത്തനെ താഴേക്ക് വലിച്ചിട്ട് പറയും, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല. ആ മനുഷ്യൻ തകരാറായിട്ടുള്ള എന്തോ ഉണ്ട്. അതിനു ചുറ്റിനുമായി പോകാൻ ഒരു വഴിയുമില്ല. അവിടെ എന്തോ തകരാറുണ്ട്. എന്തോ അവന് സംഭവിച്ചിരിക്കുന്നു. അവിടെ അതങ്ങനെ ഉണ്ടായിരുന്നതായി നാം കണ്ടു. അങ്ങനെ തന്നെ ഇന്നും ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ പ്രവാചകന്മാരാൽ പ്രചോദിക്കപ്പെട്ട മുഴുവൻ സാക്ഷ്യങ്ങളും യേശുവായിരുന്നു. മാത്രമല്ല അവരുടെ എല്ലാവരുടെയും പ്രവചനവും അവന്റെ കാലത്തിൽ വെളിച്ചത്തിൽ കൊണ്ടുവരപ്പെട്ടു. അത് അവന്റെ കാലത്തിലേക്ക് പ്രവചിച്ചതായിരുന്നു. അവന്റെ കാലത്തിനായി ബൈബിളിൽ പ്രവചിക്കപ്പെട്ടിരുന്ന സകല വചനത്തിന് വിളക്കിനെയും അവൻ എടുത്തു തെളിയിച്ചു. ഒരു കന്യ ഗർഭിണിയാകും, അവൾ ഗർഭിണിയായി. ശരിയാണ്. അവനെ അത്ഭുതമന്ത്രി, സമാധാന പ്രഭു, ശക്തനാ ദൈവം, നിത്യപിതാവ് എന്ന് പേർ വിളിക്കും. അവനായിരുന്നു. കുരുടന്മാരുടെ കണ്ണുകൾ കാണും. അവർ കണ്ടു. അവനെ കുറിച്ച് പ്രവചിച്ചിരുന്ന സകലതും അവൻ ഭൂമിയിൽ വന്നപ്പോൾ സംഭവിച്ചു. ജനങ്ങൾക്കത് കാണാനാകാത്തത് എന്തുകൊണ്ടാണ്? അതായിരുന്നിട്ട് അതിപ്പോൾ നമുക്ക് വിചിത്രമായി തോന്നുന്നു. കാരണം നാം പിന്നിലേക്ക് നോക്കുന്ന ഒരു കണ്ണാടിയിലൂടെയാണ് ഇപ്പോൾ നോക്കുന്നത്. എന്നാൽ നിങ്ങൾ അതേ വിധത്തിൽ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ മുന്നിലേക്ക് നോക്കി നമുക്ക് എന്തുണ്ടെന്ന് കാണാം. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ മറ്റൊരു കാലത്തിന്റെ അതിപ്രഭയിലാണ് ജീവിച്ചിരുന്നത്. അതിനാലാണ്
അവർ അങ്ങനെ ചെയ്തത് മറ്റൊരു ദിവസത്തിന്റെ അതിപ്രഭയിലാണ് അവർ അവിടെ ജീവിച്ചു പോന്നത്. സ്നേഹിതരെ, ഇന്നത്തെ ലോകത്തിനും അതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നാം മറ്റൊരു കാലത്തിൽ തിളങ്ങിയിരുന്ന അതിപ്രഭയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. റോഡിലെ ഒരു മരീചികയെ പോലെയാണ് നാം റോഡിലൂടെ പോകുമ്പോൾ പോലെ ജലഭ്രാന്തി കാണുന്നു. അത് സൂര്യന്റെ ഉൽപ്പത്തിയാണ്. നിങ്ങൾ അവിടെ എത്തുമ്പോൾ അത് ഒന്നും തന്നെ ഉളവാക്കിയതായി നിങ്ങൾക്ക് കാണാനാകുന്നില്ല. അത് തെറ്റായ എന്തോ ചിലതായിരുന്നു. നിങ്ങൾക്ക് സൂര്യന്റെ അതിപ്രഭയിൽ നടക്കാനാവില്ല. കാരണം അതൊരു മരീചികയായി അവിടെ ഒന്നും തന്നെ ഇല്ലാതിരിക്കെ അവിടെ എന്തോ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യല്ല എന്ന് നിങ്ങളോട് ജനങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ ഒരു മരീചികയിലേക്ക് നയിക്കുകയാണ്. അതുതന്നെ നിങ്ങൾ സഭയിലേക്ക് കടന്ന് സഭയിൽ ചേർന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും തണുത്ത മതപ്രമാണത്തിലോ അതോ അങ്ങനെയുള്ള എന്തിലേക്കോ ആയി അവിടെ ഒന്നുമില്ല. നിങ്ങൾക്ക് ലോകത്തിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി അവിടെ ഒന്നും തന്നെ ഇല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ സുവിശേഷ വെളിച്ചത്തെ നിരസിച്ചു കളയരുത്. അത് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ചൂടാക്കുന്ന രശ്മികളെ കൊണ്ടുവന്ന് ക്രിസ്തുവേശുവിൽ നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നു. മറ്റൊരു കാലത്തിന്റെ അതിപ്രഭയിൽ നടക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ചിലപ്പോൾ മറ്റേ കാലത്തിൽ അത് ശരിയായിരുന്നു വരാം. ഒരുപക്ഷെ അതവർക്ക് ശരിയായ കാര്യമായിരുന്നു എന്ന് വരാം. അതപ്രകാരം നമ്മുടെ കർത്താവിന്റെ ദിവസത്തെ തെളിയിച്ചിരുന്നു. അവൻ ആ ദിവസത്തെ തിരുവഴുത്തിലെ വെളിച്ചമായിരുന്നു. അവൻ വെളിച്ചമായിരുന്നു. അവൻ ഭൂമിയിലേക്ക് വന്നു വാഗ്ദത്തം ചെയ്തിരുന്ന വചനത്തെ സമർത്ഥിക്കുവോളം ആ വെളിച്ചം അവനായിരുന്നില്ല. യോഹന്നാൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു എന്നവൻ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം. തീർച്ചയായും അതവന്റെ ജനനത്തിന് 712 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാനെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചിരുന്നു. അത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ, കൂടാതെ മലാഖിയും പ്രവാചകന്മാരിൽ അവസാനത്തേത്. അവന്റെ വരവിന്റെ 400 വർഷം മുമ്പ് മലാഖിയുടെ 3-ാം അധ്യായത്തിൽ അവൻ പറയുന്നു, എനിക്ക് വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ എനിക്ക് മുമ്പായിരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ എഴുതിയിരുന്ന വചനത്തെ യോഹന്നാൻ ജീവനുള്ളതാക്കി തീർത്തു. വനാന്തരത്തിൽ വിളിച്ചു പറയുന്ന ശബ്ദം അവനായിരുന്നു. മാത്രമല്ല, അവനെപ്പോഴും അവൻ മശിഹായ്ക്ക് മുമ്പായി വഴിയൊരുക്കുന്നവനുമായിരുന്നു. യേശു പറഞ്ഞു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നതിനാൽ നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാനിച്ചു. കൂടാതെ യോഹന്നാൻ അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാനോ ചെറുതാകണം, എന്റെ പ്രകാശം തികച്ചും നീങ്ങിപ്പോകണം. കാരണം എന്തുകൊണ്ടാണ്? എന്നെ കുറിച്ച് പ്രവചിക്കപ്പെട്ട സമയം ഞാൻ സേവ ചെയ്തു. നിങ്ങൾ അവനെ കേൾക്കുക. അവനാണ് ആ ഒരുവൻ. അവൻ അനുഗമിക്കുക. അത് ആ ദിവസം ജീവിക്കുകയും അത് ഇത് തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ യഹൂദന്മാർ യഥാർത്ഥ വെളിച്ചത്തിൽ ആരാധിച്ചിരുന്നു എന്നാണ് അവർ കരുതിയിരുന്നത്. അവർ നിരാകരിച്ചു കളഞ്ഞ അതേ ദൈവത്തെയാണ് അവർ ആരാധിച്ചിരുന്നത് എന്നവർ കരുതി. അവർ ആരാധിച്ചിരുന്നു എന്ന് കരുതിയിരുന്നവനെ തന്നെ അവർ ക്രൂശിച്ചു. അവർ ആരാധിച്ചിരുന്നു എന്ന് വിചാരിച്ചിരുന്ന അതേ ദൈവത്തെ തന്നെയാണ് അവർ പരിഹസിച്ചിരുന്നത്. ജനങ്ങളുടെ ഒരു പരിഹാസപാത്രമായാണ് അവർ അവനെ കണ്ടിരുന്നത്. ബഹുമാനത്തോടും വിനയത്തോടും കൂടെ ഞാനിത് പറയട്ടെ, വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം അല്പം മുമ്പ് നമ്മുടെ സഹോദരൻ പറഞ്ഞതുപോലെ നാം വിചാരിച്ചിരുന്നതിലും വളരെ മുമ്പാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ജനങ്ങൾ മൃഗത്തിന്റെ മുദ്ര എടുക്കുകയും അവരെന്തു ചെയ്യുന്നു എന്നറിയുകയുമില്ല. കുരുടന് വഴി കാട്ടുന്നു. അവരെല്ലാവരും കുഴിയിൽ വീഴും എന്ന് യേശു പറഞ്ഞു. നാം ചിന്തിച്ചിരുന്നതിലും വളരെ മുന്നിൽ നാം ജീവിക്കുന്നു. വളരെ നിഷ്കപടമായ ജനങ്ങൾ അവർ ചെയ്യുന്ന എന്താണെന്ന് പോലും അറിയാതെ അതിനനുഗമിക്കുന്നു. എന്നാൽ വെളിച്ചം, സുവിശേഷ വെളിച്ചം, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തിയാൽ സ്വയം യേശു ക്രിസ്തുവിനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പ്രത്യക്ഷമാക്കിക്കൊണ്ട് പ്രകാശിക്കുന്ന ആ മണിക്കൂർ ഇപ്പോൾ ആഗതമായിരിക്കുന്നു. അവൻ അത് ഈ ദിവസത്തേക്ക് വേണ്ടി അനുവദിച്ചിരുന്നു. അവൻ ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് തികച്ചും ഈ ദിവസം തന്നെ സംഭവിക്കണം. സഭ അതിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് അതിലേക്ക് സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അവൻ തന്റെ സന്ദേശത്തെ പൂർത്തീകരിക്കും. കാരണം അവൻ അതെപ്പോഴും ചെയ്തിരുന്നു. അവൻ ഇതെപ്പോഴും ചെയ്യുകയും ചെയ്യും. ജനങ്ങൾ വെളിച്ചത്തിലാണ് നടക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നു. പിതാക്കന്മാരുടെ സമ്പ്രദായത്തിലും മാത്രമല്ല, ആദ്യത്തെ കാര്യം നിങ്ങൾക്കറിയാമോ, അവർ ഒരു അതിപ്രഭയുടെ തിളക്കത്തിലാണ് നടക്കുന്നത്. അതേ വെളിച്ചമല്ല അവർ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അതേ വെളിച്ചത്തെ അവർ നിരസിക്കുകയും ചെയ്യുന്നു. അവൻ ആരായിരുന്നു എന്ന് അവന്റെ പ്രവൃത്തികൾ സ്പഷ്ടമായി സമർത്ഥിച്ചിരുന്നു. സ്വയം യേശു പറഞ്ഞു, തിരുവഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. പാപത്തെക്കുറിച്ച്
6 ബോധം വരുത്തും. അവൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടോ അതുണ്ടാകും എന്ന് അവകാശപ്പെട്ടിട്ടോ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് എന്നിലൂടെ സമർത്ഥിച്ച് കാണിച്ചില്ലെന്ന് ആർക്ക് തെളിയിക്കാനാകും? അവൻ സമയത്തിന്റെ വെളിച്ചമായിരുന്നു എന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തന്നു. കാരണം ഈ മശിഹ ഇപ്രകാരമായിരിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടും ഇവിടെ ജീവിതത്തിലേക്ക് ശോഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ സമ്പ്രദായങ്ങൾ അവരെ വചനത്തിന്റെ സത്യ വെളിച്ചത്തിൽ നിന്നും വേർപെടുത്തിയിരുന്നു. പരീശന്മാരും സദുക്യരും ഹെരോദ്യരും അത് എന്തായിരുന്നാലും ശരി, അവരെല്ലാ കാലത്തിലും ചെയ്തു പോന്നതുപോലെ അവർ ലോകവുമായി ഇടകലർന്നിരുന്നിട്ട് അവർക്ക് വാസ്തവമായ വെളിച്ചത്തെ കാണാൻ സാധിച്ചില്ല. അത് അവരുടെ കണ്ണുകളെ മറച്ചിരുന്നു. അവർ ചെയ്തിരുന്നത് പോലെ അതിപ്രഭയിൽ നടന്നുകൊണ്ടിരുന്നു. അടുത്ത ദിവസം അതിങ്ങനെയായിരിക്കും, നാളെ അതിങ്ങനെയായിരിക്കും, ഞങ്ങൾ ഇതിൽ ചേരും, അതായിരിക്കും, ഞങ്ങൾ അതിൽ ചേരും. അതൊരു കാപാട മരീചികയാണെന്ന് നാം കണ്ടു. ഒരു മനുഷ്യ ഹൃദയത്തിന് യേശുക്രിസ്തു അവനെന്നും ആയിരുന്നത് പോലെ ഇന്നും വാസ്തവമായിരിക്കുന്നു. അതെപ്പോഴും ആയിരുന്നതുപോലെ തന്നെ അവന്റെ ശക്തിയും അവന്റെ ജീവിക്കുന്ന സാന്നിധ്യവും ഇന്നും വാസ്തവമാകുന്നു. ഇതാ കുറഞ്ഞെന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, പ്രപഞ്ചം, ലോക വ്യവസ്ഥ എന്നെ കാണുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കാണും, കാരണം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലും ലോകാവസാനത്തോളം ഉണ്ടാകും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാനുടെ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ ഇതിൽ വലിയവയും ചെയ്യും. ആ മഹത്തായ വാഗ്ദത്തം ഇന്നേക്കുള്ളതാണ്. ലോകം അവർക്ക് കഴിയാവുന്നിടത്തോളം അന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവിടെ എന്നിട്ടും നിങ്ങൾ എന്നെ കാണും. അതാണ് ഇന്ന് നാം എടുക്കാനായി ശ്രമിക്കുന്നത്. പൂർണ്ണ സുവിശേഷം എന്നാൽ അർത്ഥമാക്കുന്ന എന്താണ്? യേശു ക്രിസ്തുവിനെ അവന്റെ പുനരുത്ഥാന ശക്തിയാൽ പ്രദർശിപ്പിക്കുക എന്നും അവന്റെ സകല വാഗ്ദത്തങ്ങളുടെയും നിറവേറ്റലുമാകുന്നു. അത് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നതിനെ പരിശുദ്ധാത്മാവെടുത്ത് ഈ കാര്യങ്ങളെ അവർക്ക് പ്രത്യക്ഷമാക്കി അവയെ ശരിയായി ഉണ്ടാക്കുന്നു എന്നതാണ്. മാത്രമല്ല അവൻ ഉണ്ടാക്കുകയും ചെയ്യും. അതെ സാർ, വചനത്താലും അവൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളാലും അവൻ ആരായിരുന്നു സമർത്ഥിച്ചിരുന്നു. എന്നിട്ടും അവരാരും തന്നെ അത് വിശ്വസിക്കാൻ ആഗ്രഹിച്ചില്ല. അവന്റെ വെളിച്ചം വചനമായിരുന്നു എന്ന് തെളിയിച്ചിരുന്നു. വചനം അത് പറഞ്ഞു. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവൻ. എന്നാൽ അവർ ജീവിച്ചിരുന്ന അവരുടെ സമ്പ്രദായങ്ങൾ മറ്റൊരു കാലത്തിലെ ഒരു അതിപ്രഭയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ മോശയെ വിശ്വസിക്കുന്നു, മോശയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. നീ നിന്റെ വിദ്യാഭ്യാസം സമ്പാദിച്ചത് എവിടെ നിന്നാണ്? നീ ഇതാണെന്ന് എന്തിനാൾ തെളിയിക്കും? അവന്റെ പ്രവൃത്തികൾ അവൻ ആരായിരുന്നു സാക്ഷീകരിച്ചിരുന്നു. അവർ ബൈബിൾ മാത്രം വായിച്ചിരുന്നെങ്കിൽ അവരത് വായിച്ചിരുന്നു. എന്നാൽ അവർക്കത് കാണാനായിരുന്നില്ല. എന്റെ പ്രവൃത്തികൾ എന്ന് സാക്ഷീകരിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ യോഗ്യതകളാലാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന്റെ വചനത്തിന്മേലുള്ള യോഗ്യതകളാൽ. അവനെ ദൈവവചനത്താൽ ദൈവത്തിന്റെ വചനത്തോടുകൂടെ അയച്ചിരിക്കുന്നു എങ്കിലാകുന്നു. ഓരോ കാലത്തിലും മാറ്റമില്ലാത്ത ബന്ധത്തിലാകുന്നു. അത് എല്ലായ്പ്പോഴുമായിരുന്നു. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഇന്നലെ വെളിച്ചം ചരിത്രമാകുന്നു. അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. ഇന്നലെ പ്രകാശിച്ചിരുന്ന സൂര്യ വെളിച്ചത്തിൽ നമുക്കിന്ന് ചൂട് പിടിപ്പിക്കാനാകില്ല. അതാണ് ഇന്നുള്ള സഭകളുടെയും കുഴപ്പം. അതാണ് ഇന്നത്തെ ജനങ്ങളുടെ കുഴപ്പം. അവർ ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞതിനാൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കൊരു പെയിന്റ് ചെയ്ത ചിത്രത്തിൽ നിന്നും ചൂട് കിട്ടില്ല. തീർച്ചയായുമില്ല. അതിൽ അവിടെ ഒരു ചൂടുമില്ല. ഇന്നലെ ഉണ്ടായിരുന്ന സൂര്യനിൽ ഇന്ന് ചൂടുണ്ടായിരിക്കില്ല. ഭാവിയിൽ കൊയ്യാനിരിക്കുന്ന വിത്തിനെ വിളയിക്കാനായി ഭൂമിയിലേക്ക് പ്രാകൃതമായ സൂര്യ വെളിച്ചം അയക്കുന്നു. ഓരോ ദിവസവും ഒരു പുതിയ സൂര്യൻ കടന്നു വരുന്നു. ഇന്ന് പ്രകാശം പരത്തുന്ന സൂര്യൻ കാനഡയിൽ ഗോതമ്പിനെ കൊണ്ടുവരുന്നു. അതേ സൂര്യൻ തന്നെ. അത് സംഭവിച്ചില്ലെങ്കിൽ ഈ വരുന്ന ജൂലൈയിലോ ആഗസ്റ്റിലോ അതിലും കൂടുതലായി സൂര്യനൊന്നും ഇല്ലെങ്കിൽ ധാന്യത്തെ അത് വിളയിക്കില്ല. ധാന്യത്തെ കൊണ്ടുവരാനായി അത് ഓരോ ദിവസവും വളർന്നു പാകമാകേണ്ടതിന് അതിന് അധികം ശക്തിയുള്ള ചൂട് ആവശ്യമാകുന്നു. ഇപ്പോൾ സ്വയം വിത്ത് തന്നെ പാകമാകാൻ തുടങ്ങുമ്പോൾ, വിത്ത് കടന്നു വരുമ്പോൾ അത് വിത്തിനകത്ത് തന്നെ ആയിരുന്നാൽ അത് ധാന്യത്തെ ഉളവാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോ ദിവസവും അതിനു ചുറ്റുമുള്ള പുറന്തോട്, അതിനുള്ളിലേക്ക് കടന്നു പോകുന്ന കാൽഷ്യമോ മറ്റെന്തായാലും തന്നെ സൂര്യൻ ശക്തിയായി പ്രകാശിക്കുന്തോറും നേരെ ആ ധാന്യത്തെ തയ്യാറാക്കിയെടുക്കുന്നു. ആഗസ്റ്റിൽ പ്രകാശിക്കുന്ന സൂര്യനെ നിങ്ങൾ ഇന്നത്തെ ഗോതമ്പിന് മേൽ പ്രകാശിപ്പിച്ചാൽ അതിനെ കൊന്നുകളയും. തീർച്ചയായും നിങ്ങൾക്കത് ചെയ്യാനാകില്ല. അത് തികച്ചും അതിന്റെ സമയത്ത് തന്നെ വരയണം. ആയതിനാൽ ദൈവത്തിന്റെ ഗോതമ്പും ധാന്യവും അത് ഏത് സമയത്താണോ പാകമാകാനായി ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ സമയത്ത് തന്നെ പാകമാകണം. എന്നാൽ എങ്ങനെ സൂര്യൻ? അങ്ങനെയല്ലെങ്കിൽ ഇന്നത്തെ സൂര്യനാൽ ഇന്ന് പ്രകാശിക്കുന്ന സൂര്യ വെളിച്ചത്താൽ ഗോതമ്പ് മരിച്ചുപോകും, ഫലങ്ങൾ ചത്തുപോകും. അത് വരാനിരിക്കുന്ന കൊയ്ത്തിനായാണ് വിളഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിത്ത് വെളിച്ചത്താൽ വിളയേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ സംഗതി സഭാധാന്യം വിളയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. അത് മോഡിയും സാങ്കിയും ഫിന്നിയും നോക്സും കാൽവിനും ആയിരുന്ന സമയത്തേതുള്ളതുപോലെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാം ശരിയായിരുന്നു.
അവർ ആ സമയത്തിന്റെ വെളിച്ചങ്ങളായിരുന്നു. എന്നാൽ ഇത് മറ്റൊരു മണിക്കൂറാകുന്നു, ഇത് മറ്റൊരു ദിവസമാകുന്നു, ഇത് സുവിശേഷത്തിന്റെ ഉന്നതി പ്രാപിച്ച സമയമാകുന്നു. അത് അതിന്റെ പക്വതയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ലൂഥർ പറഞ്ഞതിനാൽ ഇന്ന് നമുക്ക് ജീവിക്കാനാകില്ല. വെസ്ലി പറഞ്ഞിരുന്നതിനാലോ അതല്ല അവരിൽ ചിലർ പറഞ്ഞിരുന്നതിനാലോ കഴിയില്ല. ഈ ദിവസത്തേക്കായി മുൻകൂട്ടി പറഞ്ഞിരുന്ന ദിവസത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നാം 7ാം സഭാകാലത്തിലാകുന്നു. നാം 3ലോ അതല്ല 4ാം സഭാകാലത്തിലോ അല്ല നാം ജീവിക്കുന്നത്. ധാന്യത്തിന് അത് സ്വീകരിക്കാനാകണം. അതങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് വീണു പോകുകയും അതിനതൊരു പ്രയോജനം ചെയ്യുകയുമില്ല. ധാന്യം വെളിച്ചത്തോടൊപ്പം മുന്നോട്ട് പോയാൽ ആ വിത്ത് വെളിച്ചത്താൽ പാകമാകുന്നു. അതുകൊണ്ട് സഭ ഓരോ കാലത്തിനു വേണ്ടിയും അപ്പം കൊണ്ടുവരണം. അത് യേശു കൽപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കണം. നമുക്കാവശ്യമായ അപ്പം ബൈബിളിലുണ്ട്. അത് ദൈവത്തിന്റെ സമ്പൂർണമായ വീണ്ടെടുപ്പ് പദ്ധതിയാണ്. അത് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ വെളിപ്പാടാകുന്നു. നാം അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല, അതോ അതിൽ നിന്നും ഒന്നും എടുക്കുന്നതുമില്ല. അത് ചെയ്യുന്ന ആരായാലും അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. ഇതിനോട് ചേർക്കുന്നതിനായി നമുക്കൊരു മതവിശ്വാസത്തിനെയും ആവശ്യമില്ല. അതേപ്രകാരം ആയിരിക്കണമോ അപ്രകാരം തന്നെ എഴുതിയിരിക്കുന്നു. നാം അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല, അതിൽ നിന്നും ഒന്നും എടുക്കുന്നുമില്ല. അത് എങ്ങനെയാണോ അങ്ങനെ പ്രസംഗിക്കുന്നു. മാത്രമല്ല ദൈവം അതിനെ പ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നു. അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന ഓരോ വാഗ്ദത്തവും അവൻ അപ്രകാരം തന്നെ അത് പ്രത്യക്ഷമാക്കുന്നു. നാം അതിനോട് കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്നും നീക്കിക്കളയാനോ പാടില്ല. അതേപ്രകാരം ആയിരിക്കണമോ അപ്രകാരം തന്നെ തുടരാൻ അനുവദിക്കുക. എന്നാൽ നിങ്ങൾ നോക്കൂ, അവിടെ അന്നുണ്ടായിരുന്നവരെ പോലെ തന്നെ ഇന്നുള്ള ജനങ്ങളും മുമ്പുണ്ടായിരുന്ന ഒരു അതിപ്രഭയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് നാം കാണുന്നു. ഗോതമ്പ് വിളയുന്നത് പോലെ തന്നെ സഭയും വിളയേണ്ടതുണ്ട്. അത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ഓരോ വചനത്താലും ജീവന്റെ അപ്പത്താൽ ജീവിക്കണം. വചനത്തിന്റെ അംശങ്ങൾ കൊണ്ടല്ല, ഓരോ കാലത്തിലേക്കുമുള്ള ദൈവത്തിന്റെ ഓരോ വചനത്താലും. എല്ലാ സമയത്തും പയറും ഉരുളക്കിഴങ്ങും മാത്രം തിന്നുകൊണ്ടിരിക്കുന്നതല്ല, അതിനോടൊപ്പം മറ്റു പലതും പോകുന്നു. അവന്റെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മഹത്തായ താഴത്തിലേക്ക് കടന്നത് നാം അതിന്റെ മുഴുവൻ സാധനങ്ങളെയും കഴിച്ചു നൽകിയിരിക്കുന്ന പരിശുദ്ധ ശക്തിയും അതിന്റെ ആനന്ദവുമാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. യേശു തന്റെ സഭയ്ക്ക് നൽകിയ വാഗ്ദത്തങ്ങളാണ്. പിന്നെയും കഴിഞ്ഞുപോയ മറ്റൊരു കാലത്തിലേക്ക് ജനങ്ങൾ തിരികെ പോകാൻ ശ്രമിക്കുന്നതായി നാം കാണുന്നു. ലൂഥറിന്റെ കാലം അതൊരു മഹത്തായ കാലമായിരുന്നു. അവൻ കത്തോലിക്ക സഭയുടെ പിഴവുകളെ കണ്ടു, തിരുവത്താഴത്തെ കണ്ടു. അത് ആ ചെറുപ്പക്കാരനായ പുരോഹിതന് അത് തെറ്റാണെന്ന് കണ്ടു. അവൻ ക്രിസ്തുവിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ശരീരമായിരുന്നില്ല, അത് അവർ വാഴ്ത്തിയിരുന്ന അപ്പത്തിന്റെ കഷ്ണമായിരുന്നു. അവൻ അത് കണ്ടപ്പോൾ വീഞ്ഞ് അക്ഷരാർത്ഥത്തിലെ വീഞ്ഞായിരുന്നില്ല, എന്നാൽ അത് രക്തത്തെ പ്രതിനിധാനം ചെയ്തിരുന്നു. അതിനാൽ അവൻ ആ കാര്യത്തെ എതിർത്തു. എന്തുകൊണ്ടെന്നാൽ കാലത്തിന്റെ ആ സമയം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവരെത്രമാത്രം പുരോഗതിന്മാർ ഉണ്ടായിരുന്നിട്ടോ അതല്ല അവർക്കെന്തെല്ലാം കൂടുതൽ ഉണ്ടായിരുന്നിട്ടോ കാര്യമില്ല. ആ വെളിച്ചത്തെ പ്രകാശിപ്പിക്കാനായി ദൈവം ഒരു മനുഷ്യന് മേൽ പിടുത്തമിട്ട് കഴിഞ്ഞിരുന്നു. ആമേൻ. വിശ്വാസത്താൽ നീതീകരണമുണ്ടെന്ന് അവൻ അംഗീകരിച്ചു. അവൻ ലൂഥറൻ കാലത്തിന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിച്ചു. അത് മുന്നോട്ട് വന്നു. അത് അതിന്റെ കാലസമ്പൂർണത വരെ ജീവിച്ചു. സഭ അതിന്റെ പാപങ്ങൾ ദൂരമായി വിശുദ്ധീകരണം പ്രാപിക്കേണ്ട മറ്റൊരു സമയം കടന്നു വന്നു. അപ്പോൾ ജോൺ വെസ്ലി കടന്നു വന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ചെറിയ ആംഗ്ലിക്കക്കാരൻ. അത് ആംഗ്ലിക്കൻ സഭയിൽ ഉൾപ്പെട്ടതായിരുന്നു. എന്നാൽ അവൻ സുവിശേഷത്തിന്റെ പ്രകാശം കണ്ടു. അത് ഫിലഡൽഫിയ സഭയുടെ കടന്നുവരവിന്റെ സമയമായിരുന്നു. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കൃപയുടെ രണ്ടാമത്തെ പ്രവൃത്തിയെ പ്രസംഗിച്ചു. യേശു ക്രിസ്തു രക്തത്താലുള്ള വിശുദ്ധീകരണം പ്രകാശത്തിന് മുൻനിൽക്കാനായി അവിടെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ലൂഥറായിരുന്നത് പോലെ തന്നെ അവനെയും ഒരു മതഭ്രാന്തനായി കണക്കാക്കി. എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്ന അവരുടെ മറ്റെല്ലാത്തെയും എതിർത്തുകൊണ്ട് വെളിച്ചം വിതറി. കാരണം അത് ആ സമയത്തിന്റെ വെളിച്ചമായിരുന്നു. ദൈവം ഒരു മനുഷ്യനെ കണ്ടെത്തി, ജോൺ വെസ്ലി. അവന് വിളക്ക് തെളിയിക്കാനാകുമായിരുന്നു. അവൻ കണ്ടുപിടിച്ചിട്ട് മാത്രമല്ല ഒരു ലൂഥറും ആ കാലത്തിന്റെ വിളക്കിനെ തെളിയിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്ത് സഹോദരന്മാർ കടന്നു വന്നു. അവർ അവരുടെ കാലത്തിൽ ദാനങ്ങൾ തിരികെ കൊണ്ടുവരുന്ന കാലത്തിൽ ദാനങ്ങളെ പുനഃസ്ഥാപിക്കുന്ന സമയത്ത് അന്യഭാഷകൾ സംസാരിക്കുക, രോഗസൗഖ്യത്തിന് ദാനങ്ങളും സഭയുടെ കാര്യങ്ങളുമായി തിരികെ വന്നു. ഇപ്പോൾ അവർ എന്തു ചെയ്യും എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരുന്നത് തന്നെ കൃത്യമായും അവർ ചെയ്തു. അവർ അത് ചെയ്യുകയും പ്രത്യക്ഷമാക്കുകയും ചെയ്തു. അത് കൃത്യമായും ശരിയാണ്. എന്നാൽ നാം അതിൽ നിന്നും മുന്നേറിയിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നു. നാം മണവാട്ടിയുടെ സമയത്താകുന്നു, തെരഞ്ഞെടുപ്പിന്റെ സമയം. ആ സമയത്ത് മണവാട്ടി നമുക്കുണ്ടായിരിക്കണം എന്നവർ പറഞ്ഞിരുന്നു. പച്ചപ്പുഴു ശേഷിപ്പിച്ചത് യോവൽ 2:22 പറയുന്നു. തുള്ളൻ തിന്നതും പച്ചപ്പുഴു ശേഷിപ്പിച്ചതും വിട്ടിൽ തിന്നതുമായ
ആ സംഘടനകൾ ഓരോന്നും നിങ്ങൾ ബൈബിളിലെ 7 മുദ്രകളെ വായിച്ചാൽ ഓരോ മതപരിഷ്കർത്താക്കളും കടന്നുപോയി വചനം പ്രസംഗിച്ചതായി കാണാം. എന്നാൽ എന്തോ ചിലത് വിട്ടുപോയിരുന്നു. മതപരിഷ്കർത്താക്കളെല്ലാം കഴിഞ്ഞപ്പോൾ അവർ എന്താണ് ചെയ്യാൻ തുടങ്ങിയത്? വെളിച്ചം നിഷ്പ്രഭമാകാൻ തുടങ്ങിയില്ലേ? അതിലൂടെ മുന്നേറി പിന്നെയും വെളിച്ചം വിതരണത്തിന് പകരം അവർ അതിനെ സംഘടനയാക്കി. അവർ അതിനെ സംഘടനയാക്കിയപ്പോൾ ഞങ്ങൾ ഈ വെളിച്ചത്തിൽ വിശ്വസിക്കുന്നു. ഇതാണ് ആ വെളിച്ചം, ഇതാണത്. അവർ ചെയ്തെന്താണ്? നേരെ വെസ്ലി കടന്നു വരികയും അവരിൽ നിന്നും ദൂരമാക്കി കൊണ്ടുപോവുകയും ചെയ്തു. വെസ്ലി എന്ത് ചെയ്തു? അവന് ശേഷം അവൻ സംഘടിച്ചു. പിന്നെ അവന്റെ സഹോദരൻ ജോണും ചാൾസും അവന് ശേഷം അസ്ബറിയും മറ്റുള്ളവരും കടന്നു വന്നു. മാത്രമല്ല അവരുടെ ദിവസത്തിനു ശേഷം അവർ സംഘടനയായി തീർന്നു. അതാണ് മെത്തഡിസ്റ്റ് സഭ. അവർ എന്ത് ചെയ്തു? അവർ മുന്നോട്ടുണ്ടായിരുന്ന വെളിച്ചത്തെ നിരസിച്ചു കളഞ്ഞു. അവരിങ്ങനെ പറഞ്ഞു, ഇതാണ് ആ വെളിച്ചം, ഇതാണത്. അത് കഴിഞ്ഞുടൻ പെന്തക്കോസ്തുകൾ വന്ന് അവരെ കാണിച്ചു. അത് ദൈവം അപ്പോഴും പരിശുദ്ധാത്മാഭിഷേകം അയക്കുന്നു എന്നുള്ളതായിരുന്നു. അവൻ അപ്പോഴും അവന്റെ സൗഖ്യമാക്കുന്ന ശക്തിയെ താഴേക്ക് അയക്കുന്നു എന്നതായിരുന്നു. അതിനെ അവർ നിരസിച്ചിരുന്നു. അവർ ചെയ്തെന്തായിരുന്നു? അവരൊന്നും നേരെ നടന്നകുന്നു. കാരണം അത് മറ്റൊരു വെളിച്ചമായിരുന്നു. ഇപ്പോൾ അതെന്താണ്? എന്തൊക്കെ സംഘടിച്ച് കഴിഞ്ഞതിന് ശേഷം നാം 40 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. ഞങ്ങളിതാണ്, ഞങ്ങളതാണ്. ഈ ദൂരത്തിൽ എവിടെ വന്നോ ആ കൂട്ടിൽ നിന്നൊരു മണവാട്ടിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നിനെ കൂട്ടിക്കൊണ്ടുവരേണ്ടതിന് ദൈവം അതിൽ നിന്നും നേരെ പുറത്തേക്ക് നടന്നാകുന്നു. അവിടെ ഇനി മറ്റൊരു സഭാകാലവും ഉണ്ടാകില്ല. ഫിലഡൽഫിയ സഭാകാലം വെസ്ലിയായിരുന്നു. ലവോദിക്ക സഭാകാലം പെന്തക്കോ സംഘടനയാകുന്നു. അതെല്ലാവരും നേരെ മൃഗത്തിന്റെ മുദ്രയിലേക്ക് കടന്നു പോകുന്നതാകുന്നു. ഈ സഹോദരൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ അത് ബൈബിളാണ്, അത് വാസ്തവമാണ്. ശരി, അവർ എല്ലാ സംഘടനകളും കാരണം അവർ മുന്നോട്ട് വെളിച്ചത്തിൽ നടക്കാൻ നിരസിച്ചിരുന്നു. ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംഘടിച്ചു. ദൈവം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തിരുവഴുത്തുമായി പരിശോധിക്കേണ്ടതുണ്ട്. പരീശന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇത് വിശ്വസിക്കുന്നു. സദൂക്കർ പറഞ്ഞു, ഞങ്ങൾക്കതുണ്ട്. എന്നാൽ ദൈവത്തിനതുണ്ടായിരുന്നു. ദൈവം താക്കോലിനെ തിരിച്ചുകൊണ്ട് വെളിച്ചത്തെ കാണിച്ചു കൊടുത്തു. എപ്പോഴും ചെയ്തിരുന്നത് തന്നെ അത് നിരസിക്കപ്പെട്ടു. കത്തോലിക്ക സഭ ലൂഥറിനെ നിരസിച്ചു, വെസ്ലി ലൂഥറിനെ നിരസിച്ചു. അങ്ങനെ തന്നെ പെന്തക്കോസ്തുകൾ വെസ്ലിയെ നിരസിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്തുകൾ നിരസിക്കുന്നു. നിങ്ങൾ അവരെല്ലാവരെയും പോലെ ഔപചാരികവും തണുത്തും പോയിരിക്കുന്നു. എല്ലാവർക്കും അത് കാണാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ അറിവിൽ നിങ്ങളാണ് ബൈബിളിനോട് ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. എന്നാൽ കേൾക്കൂ, നിങ്ങളുടെ കണ്ണു തുറന്ന് നാം ജീവിക്കുന്ന ഈ ദിവസത്തെ ഒന്ന് കാണൂ. ഇത് താക്കോലിനെ വീണ്ടും തിരിക്കേണ്ട സമയവും ഒരു മരമെടുക്കേണ്ടതിന് ഒരു വിളക്ക് തെളിക്കേണ്ട സമയവുമാകുന്നു. ബൈബിളിൽ മലാഖി 4 പറയുന്നു, ജനങ്ങൾ ഉണ്ടായിരുന്ന മൂലവിശ്വാസം തിരികെ തരേണ്ടതിന് അവനതിനെ വീണ്ടും അയക്കുന്നു. അവൻ ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവനത് എപ്പോഴും ചെയ്തിരുന്നു. അവൻ തന്റെ വചനം അയക്കുകയും പ്രവാചകന്മാർ കടന്നു വരികയും ചെയ്തു. കാരണം വചനം പ്രവാചകൻ അടുക്കലേ വന്നിരുന്നുള്ളൂ. ആയതിനാൽ പ്രവാചകന്മാർ വന്നിരുന്നു. മാത്രമല്ല അവർക്ക് വചനമുണ്ടായിരിക്കുകയും അവർ അതിനെ ജീവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഓരോ കാലത്തും സമയത്തിലെ സംഘടനകളും സമ്പ്രദായങ്ങളും അവരെ നിരാകരിച്ചിരുന്നു. അങ്ങനെ തന്നെ അവർ ഇന്നും ചെയ്യുന്നു. അവനൊന്നായിരുന്നത് പോലെ തന്നെ ഇന്നും ദൈവത്തിന്റെ മനുഷ്യനെ അരങ്ങിൽ കൊണ്ടുവരാൻ കഴിയും. അവൻ ഒരിക്കലും വിഭാഗീയ സഭകളെ ഉയർത്തിയിട്ടില്ല. ഏതൊരു ചരിത്രകാരന് ചോദിക്കൂ, ചരിത്രത്തിലൂടെ നോക്കൂ. ഒരു സംഘടന സംഘടിച്ചു കഴിയുമ്പോൾ അത് അവിടെ തന്നെ മരിച്ചു പോകുകയും പിന്നെ ഒരിക്കലും എഴുന്നേൽക്കുകയുമില്ല. ദൈവം വ്യക്തികളോട് സംസാരിക്കുന്നത് ശരിയാണ്. ഇന്നേക്കുള്ള തിരുവഴുത്തിനെ സമർത്ഥിച്ച് കാണിച്ചുകൊണ്ട് വിളക്ക് തെളിക്കാനായി അവസാന കാലങ്ങളിലും ദൈവം അത് വീണ്ടും ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അതവൻ ചെയ്യുകയും ചെയ്യും. യേശു പറഞ്ഞു, ലോത്തിന് നാൾക്കൾ എന്ന പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും. നിങ്ങൾ കാണിക്കുകയും അവരെന്തു ചെയ്യുന്നു എന്ന് നിങ്ങൾ കാണുകയും ചെയ്യുന്നു. യഹോവയിലേക്ക് നോക്കൂ. അവൻ ചെയ്തെന്താണ്? നമ്മുടെ പിതാക്കന്മാർ സകലതും അതിന്റെ സ്ഥാനത്ത് ചെയ്തിരുന്നു. അവിടെ ലോകത്തിലെ സൊദോമിൽ സകലവിധ പാപവുമായി ശീതോഷ്ണവാനായി ഒരു ലോത്തുണ്ട്. അവിടെ ഒരു സന്ദേശവാഹകനും കൂടെ അവനോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ അബ്രഹാമിന്റെ കൂട്ടർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വാഗ്ദാനത്തോടൊപ്പം പുറത്തു വിളിക്കപ്പെട്ടവർ യഥാർത്ഥ പുത്രനായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ലോത്തും കൂടെ ഒരു പുത്രനായി നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അബ്രഹാം അവനായി നോക്കിക്കൊണ്ടിരുന്ന രൂപത്തിലല്ല അവൻ നോക്കിയിരുന്നത്. സംഭവിച്ചതെന്താണ്? അത് സംഭവിച്ചു തൊട്ടു മുമ്പ് ദൈവം സ്വയം അവനെ ജഡത്തിൽ പ്രത്യക്ഷമാക്കിക്കൊണ്ട് ഇറങ്ങി വരികയും അവൻ വചനമാണെന്ന് പ്രസിദ്ധമാക്കുകയും ചെയ്തു. കാരണം ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ളതും ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. യേശു പറഞ്ഞു, മനുഷ്യപുത്ര വരവെങ്കിലും വീണ്ടും അങ്ങനെ തന്നെയാകും. ഈ വാഗ്ദത്തങ്ങളെല്ലാം ദിവ്യമാകുന്നു. അവ യേശു ക്രിസ്തുവിന്റെ നാമനാൽ അരുളി ചെയ്തിരിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ അവ ഒരിക്കലും തോൽവിയടയില്ല. ദൈവത്തിന് ഇപ്പോഴും ഈ
കല്ലിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും. ഓ അതെ, ഇസ്രായേൽ ആയിരുന്നതുപോലെ തന്നെ ഏകദേശം നാമും നമ്മുടെ യാത്രയിലാകുന്നു. ഇസ്രായേൽ യാത്രയിലായിരുന്നപ്പോൾ പുതിയ മന്ന വീഴുന്നതിനാൽ അവർക്ക് ഓരോ ദിവസത്തിനായും പുതിയ മന്ന പെറുക്കണമായിരുന്നു. നാം ലൂഥറിന്റെ വെളിച്ചത്തിന് കീഴിലോ വെസ്ലിയുടെ വെളിച്ചത്തിന് കീഴിലോ പെന്തക്കോസ്തിന്റെ വെളിച്ചത്തിന് കീഴിലോ ജീവിക്കേണ്ടവരല്ല. നാം മറ്റൊരു കാലത്താകുന്നു പുതിയ മന്ന. അടുത്ത ദിവസത്തേക്ക് അവർ മന്ന സൂക്ഷിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിച്ചിരുന്നു? അതിന് അണുബാധയേറ്റിരുന്നു. അതവരെ കൊന്നുകളയുമായിരുന്നു. ആ കാരണത്താലാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചു വരുന്നവരിൽ നമുക്ക് അനേക ആത്മീയമായി മരിച്ചവരെ കാണാൻ കഴിയുന്നത്. അവർ മറ്റൊരു കാലത്തിന് അതിപ്രഭയാണ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അണുബാധയേറ്റ മന്നയാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോതമ്പിന്റെ പുറത്തുള്ള ഉമി എന്ന പോലെ അത് ഗോതമ്പിന്റെ ഉള്ളിലേക്ക് പോകുന്നില്ലെങ്കിൽ അത് ഗോതമ്പിൽ നിന്ന് പുറത്തു പോകുന്നു. വെളിച്ചം നിരസിച്ചപ്പോൾ അവിടെ ഒരു കാര്യമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, ഇരുളിലേക്കെറിയുക. ഇരുളിന്റെ ഏതൊരു ഭാഗവും വെളിച്ചത്തെ കാണാൻ വിസമ്മതിക്കുകയും തിരികെ ഇരുളിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ സുവിശേഷത്തിലും ചെയ്യുന്നു. ഓരോ കാലത്തിലും അതങ്ങനെയാണ് തെളിയിക്കുകയും ചെയ്യുന്നു. നാം ആ കാലത്തിലാണ് ജീവിക്കുന്നത്. ഇന്നലത്തെ മന്ന കീടം ബാധിച്ചിരിക്കുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ന കാര്യം ചെയ്തിരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. എന്നാൽ ഇന്നത്തെ പറ്റി എന്താണ്? സഭയിൽ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് എന്താണ്? നാം ഇന്നലെയെ പറ്റി സംസാരിക്കുന്നു. ഇന്നത്തെ സഭയെ പറ്റി എന്താണ്? ഒരു വ്യക്തിയായി നിങ്ങളെപ്പറ്റി ഇന്നെന്താണ്? കാരണം ഇന്നലത്തേത് ഇന്ന് പ്രവർത്തിക്കില്ല. അത് കഴിഞ്ഞുപോയ ഇന്നലെയിൽ വളരെ നന്നായിരുന്നു. യോഹന്നാന്റേതായിരുന്നതുപോലെ തന്നെ ലൂഥറിന്റെ സന്ദേശം ആ സമയത്തെ വെളിച്ചമായിരുന്നു. എന്നാൽ അവിടെ ഒരു വെളിച്ചം ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ തന്നെ ലൂഥർ വലിയ വെളിച്ചമായി. നാം അവനെ ഒരു കാലയളവോളം ആസ്വദിച്ചു. എന്നാൽ അതിനെ കെടുത്തിക്കളയാനായി അവിടെ മറ്റൊരു വെളിച്ചം വന്നു. അത് കടന്നു വന്ന് അതുമായി ഇടകലർന്നെങ്കിൽ എന്താകുമായിരുന്നു? അത് അപ്പത്തിന്റെ സമ്പൂർണമായ ആ ഘട്ടത്തിലേക്ക് നേരെ കടന്നുപോയി ദൈവത്തിന്റെ സമ്പൂർണമായ മന്നയിലേക്ക് കടക്കുമായിരുന്നു. എന്നാൽ അവരെന്തു ചെയ്തു? അവർ സംഘടിച്ചു. മനുഷ്യനെ അതിനുള്ളിലേക്കെടുത്ത് ദൈവം അതിനെ നയിക്കുന്നതിന് പകരം മനുഷ്യനും അതിന്റെ വ്യവസ്ഥകളും അതിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ അത് അന്ധമാക്കി കളഞ്ഞു. ഓ, ഇന്നത്തെ ഈ മണവാട്ടി വൃക്ഷം അത് വെട്ടി ഒതുക്കിയിരിക്കുന്നു. ഫലം പുറപ്പെടുവിക്കാത്ത ഏതൊരു ശാഖയെയും വെട്ടി ഒതുക്കുന്നതായിരിക്കും. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 15. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണ്? അവരെ മുറിച്ചു മാറ്റിയിരിക്കുന്നതായി, വെട്ടി ഒതുക്കിയിരിക്കുന്നതായി നാം കാണുന്നു. ഓർക്കൂ, വൃക്ഷത്തിന്റെ ഹൃദയമോ ആ വൃക്ഷത്തിന്റെ മധ്യഭാഗത്താകുന്നു. എപ്പോഴും ഫലമുളവാക്കും. വൃക്ഷത്തിന്റെ ഏറ്റവും അഗ്രത്ത് എപ്പോഴും ഫലമുണ്ടാകും. അതതിന്റെ ഏറ്റവും അഗ്രത്തായിട്ടാകുന്നു. കാരണം അതിന്റെ പുതുമ കടന്നു വരുന്നത് അതിന്റെ വിത്തിലുള്ള ജീവന്റെ മധ്യഭാഗത്തു നിന്നുമാകുന്നു. അതൊരു മണവാട്ടി വൃക്ഷമാകുന്നു. യേശു മണവാട്ടിയായിരുന്നു. അവൻ ഒരു വൃക്ഷമായിരുന്നു. അവരവനെ മുറിച്ചിട്ട് ഏതൻ തോട്ടത്തിലുണ്ടായിരുന്ന ജീവന വൃക്ഷം അവനായിരുന്നു. അവരവനെ പരിഹസിക്കേണ്ടതിന് മുറിച്ച് നിലത്തിട്ടിട്ട് അവനെ ഒരു റോമാമരത്തിൽ കെട്ടിത്തൂക്കി. അവനെന്ത് സംഭവിച്ചു? മരിച്ചവരെന്നും ദൈവം അവനെ 3-ാം നാൾ ഉയർത്തി. ഇന്നും ഒരു മണവാട്ടി വൃക്ഷമുണ്ട്. അതവിടെ ആരംഭത്തിൽ വളരെ പിന്നിൽ പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയതാണ്. സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ കേൾപ്പിൻ. സഭ ആരംഭിച്ചത് റോമിലെ നിഖ്യയിലല്ല. സഭ പെന്തക്കോസ്ത് നാളിൽ യെരൂശലേമിലാണ് അത് ആരംഭിച്ചത്. അത് കഴിഞ്ഞവർ ചെയ്തെന്താണ്? സംഘടനയാകാൻ തുടങ്ങി. അപ്പോൾ മുതൽ ദൈവം ശാഖകളെ വെട്ടിമാറ്റാൻ ആരംഭിച്ചു. പിന്നെ അവർ ലൂഥറൻ സഭയായി സംഘടിച്ചു, ശാഖകളെ വെട്ടിമാറ്റി. വെസ്ലി ശാഖകളെ വെട്ടിമാറ്റി. പെന്തക്കോസ്ത് ശാഖകളെ വെട്ടിമാറ്റി. അത് കടന്നു വരുവോളം. എന്നാൽ ദൈവത്തിന് മണവാട്ടി വൃക്ഷമുണ്ടാകാൻ പോകുന്നു. പച്ചപ്പെടുത്തുന്നതെല്ലാം വിട്ടെഴുത്തുന്നതെല്ലാം ഞാൻ തിരികെ തരും. കർത്താവ് അരുളി ചെയ്യുന്നു. പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ പോലെ പിതാക്കളുടെ വിശ്വാസം നമ്മെ തിരികെ കൊണ്ടുവരുമെന്ന് മലാഖി 4 നമ്മോട് പറയുന്നു. അത് വരുമെന്ന് നാം വിശ്വസിക്കുന്നു. അതിന്റെ സമയം ഇപ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശാഖകളൊക്കെയും കരിഞ്ഞും ഉണങ്ങിയിരിക്കുന്നു. മരത്തിന്റെ ഏറ്റവും അഗ്രത്തിൽ സ്വയമായി ഫലം ഉളവാകേണ്ടതിന് അവയെ മരത്തിൽ നിന്നും എടുത്തു മാറ്റുവാൻ പോവുകയാണ്. ഓ, എന്റെ ഈ വെളിച്ചങ്ങളെല്ലാം ശരിയായിരുന്നു. എല്ലാ വെളിച്ചങ്ങളും പിന്നെ അതിന് ഇന്ന് ലഭിച്ചിരിക്കുന്നതും കൂടെയാകുന്നു ഇന്നത്തെ സഭ. അത് വിളവെടുപ്പിൽ അവസാനിക്കേണ്ടതുണ്ട്. നാം കണ്ടുപിടിച്ചതുപോലെ അത് സ്വയം ആ വൃക്ഷം തന്നെ, അഥവാ ഒരു ഗോതമ്പിൽ നിന്നും പുറത്തു വന്ന് വിത്തിൽ നിന്നും ഇതളുകളായി തീർന്ന് സ്വയം എഴുന്നേൽക്കുകയും വെളിച്ചത്തോടൊപ്പം പോയി ഗോതമ്പിന് വിളയേണ്ടതുമുണ്ട്. അത് വെളിച്ചത്തോടൊപ്പം തന്നെ വിളയുന്നു. കഴിഞ്ഞ കാലത്തിലുണ്ടായിരുന്ന വെളിച്ചം ഈ കാലത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ലൂഥറിന്റെ കാലത്തെ വെളിച്ചം വെസ്ലിയുടെ കാലത്തിലുണ്ടായിരുന്ന വെളിച്ചത്തിന് സാക്ഷ്യം നൽകുന്നു. വെസ്ലി പെന്തക്കോസ്തുകളെ സാക്ഷീകരിക്കുന്നു. അത് അതേ വെളിച്ചം തന്നെയായിട്ട് വെളിച്ചത്തിൽ അല്പം കൂടി വിളഞ്ഞു എന്ന് മാത്രമാണ്. ജനങ്ങൾക്ക് അത് മാത്രം കാണാനായെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്
ഞാനൊരു ചെറിയ ലേഖനം വായിക്കുകയായിരുന്നു. അതിൽ ഇംഗ്ലണ്ടിലെ രാജ്ഞി, ഇപ്പോഴത്തെ രാജ്ഞിയല്ല, മറ്റൊരു രാജ്ഞിയാണ്. അവൾ വളരെ മനോഹരമായ പേപ്പറുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു കമ്പനി കാണാൻ വേണ്ടി പോയി. അവളുമായി ആ കമ്പനിയുടെ പ്രസിഡന്റ് അഭിമുഖ സംഭാഷണം നടത്തിയ ശേഷം അവൾ എല്ലായിടവും ചുറ്റിക്കാണിച്ചു. ഇത്രയും നല്ല പേപ്പർ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ വലിയ പ്രസ്സുകളും മറ്റും കാണിച്ചു കൊടുത്തു. ആ ദിവസങ്ങളിൽ അവർ പഴം തുണികളിൽ നിന്നാണ് പേപ്പറുകൾ ഉണ്ടാക്കിയിരുന്നത്. നാം അത് നന്നേ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവനൊരു മുറിയിലേക്ക് പോയി വാതിൽ തുറന്നു. അവിടെ കുറച്ചു പഴംതുണികളല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ആശ്ചര്യത്താൽ ഈ രാജ്ഞി ചോദിച്ചു, ഈ വൃത്തിഹീനമായ സാധനങ്ങൾ എന്താണ്? ആ മനുഷ്യനത് ആ കമ്പനിയുടെ പ്രസിഡന്റ് പറഞ്ഞു, അത് ഇന്നലെ വരെയും നല്ല വസ്ത്രങ്ങളായിരുന്നു. നോക്കൂ, അത് വൃത്തിഹീനമായി പോയിരിക്കുന്നു. ഞങ്ങൾ അതിനെ പുറത്തേക്ക് വലിച്ചെറിയുന്നില്ല. അതാണ് നാളത്തെ പേപ്പർ. അവൾ പറഞ്ഞു, എനിക്കിത് മനസ്സിലാക്കാനാകുന്നില്ല. അവൻ പറഞ്ഞു, അതെന്താണെന്ന് നാളെ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ അവർ ഈ പഴം തുണികളെല്ലാം കൂടെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോയിട്ട് പ്രസ്സിലേക്ക് തള്ളിവിടുമ്പോൾ ചില പ്രക്രിയയിലൂടെ അത് പോകേണ്ടതുണ്ട്. പുറത്തു വരുമ്പോൾ അത് മനോഹരമായ പേപ്പർ ഷീറ്റുകളായിരിക്കും. രാജ്ഞി ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അവൾക്ക് കാണിച്ചു കൊടുക്കണമല്ലോ എന്നതിന്റെ പ്രസിഡന്റ് വിചാരിച്ചിട്ട് അവൻ അവളുടെ രൂപരേഖയെ അതിന്മേലിട്ടു. അതിനെ ഈ മനോഹരമായ പേപ്പറിൽ പതിപ്പിച്ചു. രാജ്ഞി അത് കൈപ്പറ്റിയപ്പോൾ അവളുടെ സ്വന്തം രൂപരേഖ അതിൽ കാണാനായി. കാരണം ഇന്നലെ വരെയും വൃത്തിഹീനമായിരുന്ന പഴംതുണിയെ ചില പ്രത്യേക പ്രക്രിയയിലൂടെ കൊണ്ടുപോയിരുന്നു. അത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചപ്പു ചവറിനെ ഒരു പ്രത്യേക പ്രക്രിയയിലൂടെ കൊണ്ടുപോയാലേ അതിനെ ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന് ലൂതറും വെസ്ലിയും മറ്റെല്ലാവരും കണ്ടിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണത്തിൽ നിന്നും നീരീകരണത്തിലേക്കും പരിശുദ്ധാത്മാഭിഷേകത്തിലേക്കും വെളിച്ചം പ്രകടമാക്കിയിട്ട് ഇത് ക്രിസ്തുവിന്റെ വരവിന്റെ അവസാന മണിക്കൂറാകുന്നു. അതിൽ രൂപരേഖ ഉണ്ടാക്കിയിരിക്കണം. രാജ്ഞിയുടെ അല്ല, സഭ അവനോടൊപ്പം ചേർന്ന് ന്യൂനപക്ഷമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വയം സ്വർഗത്തിലെ രാജാവ് തന്നെ അതിൽ പ്രതിദാനം ചെയ്യപ്പെട്ട് അവനുണ്ടായിരുന്ന മിനിസ്ട്രിയെ പോലെയുള്ള ഒന്നായിരിക്കുകയും വേണം. ലൂഥറിന്റെ കാലത്ത് മരിച്ചവർ പിരമിഡിന്റെ ഏറ്റവും കീഴിലുള്ളതുപോലെ, പിരമിഡിനെ കുറിച്ചുള്ള പഠനമല്ല, ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ്. നിങ്ങളിൽ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പിരമിഡ് അത്രമാത്രം സമ്പൂർണമായതാകുന്നു. നിങ്ങൾക്ക് കട്ടത്തോടുകൂടെയും അതിന്റെ വിടവിലൂടെ ഒരു റേസർ ബ്ലേഡ് കടത്തിവിടാൻ കഴിയില്ല. നമ്മുടെ അറിവ് പ്രകാരം അവയിൽ അവർ ചാന്ത് ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ രൂപകൽപ്പന അത്ര മഹത്തായ ഒന്നായിരുന്നു. ഇപ്പോൾ അവർക്കതിന്റെ തലക്കല്ല് നഷ്ടമായിരിക്കുന്നു. അതെവിടെയാണെന്ന് അവർക്കറിയില്ല. ഇപ്പോൾ തലക്കല്ല് തിരികെ വരുമ്പോൾ അതവിടെ ശേഷിക്കുന്ന മറ്റെല്ലാത്തിനെയും പോലെയായിരിക്കും. അതവിടെ തുറന്നിരിക്കുന്ന കല്ലുമായി ഇടകലർന്നിട്ട് യോജിച്ചു വരും. നിങ്ങൾ അതിന്റെ മേലെ തലക്കല്ല് വെക്കുമെങ്കിൽ അത് ആ വിധത്തിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. യേശു തിരികെ വരുമ്പോൾ കറയും ചുളിവും മാറ്റവുമില്ലാതെ കഴുകപ്പെട്ട ഒരു സഭയെ കണ്ടെത്തും. അത് അവനുണ്ടായിരുന്നത് പോലെയുള്ള ഒരു മിനിസ്ട്രി ആയിരിക്കും. അത് തലക്കല്ലിനെ തിരികെ കൊണ്ടുവരും. ഇവിടെ എന്റെ കൈ ഒരു നിഴലായിരിക്കുന്നത് പോലെയാണ്. അതൊരു നിഴലാണ്. എന്റെ കൈ അടുപ്പിക്കുമ്പോൾ കൂടുതൽ ഇരുട്ടായി തീരുന്നത് പോലെ ഇത് ഇവിടെ ഒരു നെഗറ്റീവ് ആകുന്നു. ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്. ഒരു നെഗറ്റീവും പോസിറ്റീവും പോലെ അത് അടുത്തടുത്ത് വരുമ്പോൾ ഇരുട്ടായി അവസാനം അത് രണ്ടും ഒരുമിച്ചിരുന്നു. നെഗറ്റീവും പോസിറ്റീവും ഒന്നായി തീരുന്നു. ക്രിസ്തുവലായിരുന്ന അതേ ആത്മാവ് അവളുടെ മേലായി തീർന്ന ഒരു മണവാട്ടിയായി സഭയും ക്രിസ്തുവും ഒന്നായി തീരുമ്പോൾ ആ സഭ വിശുദ്ധീകരണത്തിലും നീതീകരണത്തിലും പരിശുദ്ധാഭിഷേകത്തിലും കൂടെ കടന്ന് അവസാന ദിവസത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ അവളെ കർത്താവിന്റെ വരവിനായി ഒരു ഉണക്കുള്ള കല്ലിനാൽ മൂർച്ച കൂട്ടുന്നതാകുന്നു. പെന്തക്കോസ്ത് സഹോദര, അതിന്റെ പരുക്കമായ സ്ഥലമായിരിക്കരുത്. വചനവുമായി മിനുസപ്പെടുത്തി അതിലെ ഓരോ അംശവും വിശ്വസിക്കുക. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്ന ഈ ഇസങ്ങളിലേക്കും മറ്റും കടക്കാൻ ശ്രമിക്കരുത്. അതിൽ വിസ്മയിച്ചു പോകരുത്. എന്തെന്നാൽ മൂടിക്കല്ല് പിതാവെ നാർപ്പെട്ടുകൊണ്ട് അതിവേഗം തന്നെ വരാൻ പോകുന്നു. എന്റെ ദൈവമേ, അതെ, ഞാൻ എന്റെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നു. നിങ്ങളത് കാണുന്നോ? ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നോ? ഇന്നലത്തെ പഴംതുണികളായ ലൂഥറിനെയും മെത്തോഡിസ്റ്റിനെയും പ്രിസ്ബിറ്റേറിയനെയും അങ്ങനെയുള്ളവയെയും എടുത്ത് അവൻ അതിനൊരു പ്രക്രിയയുടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. അത് ക്രിസ്തുവാകുന്നു. അത് ഏത് വിധത്തിലെ പ്രക്രിയയാണ്? പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രക്രിയ. അവർക്കുണ്ടായിരുന്നതും അധികം ക്രിസ്തുവും സഭയും ഒരു ഐക്യത്തിലായി തീരുവോളം അവൻ തന്റെ സ്വന്തം ഛായയെ അതിലിട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇത് അനുഭവിച്ചിരിക്കുന്നു. നിങ്ങൾ അത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കത് കാണാനായെങ്കിൽ അത് വാൽഷന്റെ ഉണർവ് നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു കഥയെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഇവിടെ ഈ രാജ്യത്തിലുണ്ടായിരുന്ന ചില മഹാന്മാർ പോയി വാൽഷന്റെ ഉണർവ് കാണണമല്ലോ എന്ന് ചിന്തിച്ചു. അവിടെ സംഭവിക്കുന്നതാണ്. അത് കണ്ടുപിടിക്കാൻ അവരവിടേക്ക് ചെല്ലുമ്പോൾ
അത് ഏത് കെട്ടിടത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന് അവർ കണ്ടെത്തി. അവർ വെയിൽസിലേക്ക് പോയപ്പോൾ ആ കെട്ടിടം എവിടെയെന്നറിയാനായി അവർ ചുറ്റിനും തിരിഞ്ഞു. സന്തോഷവാനായ ഒരു ഓഫീസർ തന്റെ ചെറിയ ടോമി തൊപ്പിയുമായി ഒരു മൂലയ്ക്ക് നിൽക്കുന്നത് അവർ കണ്ടു. അവൻ തന്റെ വടിയെ ഇങ്ങനെ ചുറ്റുമായി ചുറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മനുഷ്യർ അവന്റെ അടുക്കലേക്ക് നടന്നു ചെന്നിട്ട് ചോദിച്ചു, സാർ, വാൽഷണവ് ഏത് കെട്ടിടം നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുമോ? അയാൾ പറഞ്ഞു, അതെ സാർ, അത് ഞാനാണത്. എന്താണ്? വാൽഷിന്റെ ആനന്ദവും വെളിച്ചവും അവൻ പ്രസരിപ്പിച്ചിരുന്നതിനാൽ വാൽഷുണർവ് അവന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ഇന്നത്തെ പെന്തക്കോസ്ത് സഭയും ചോദിക്കണം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യായ ആ യേശുക്രിസ്തു ആരാണ്? അവൻ തന്റെ സുവിശേഷ വെളിച്ചം ഈ കാലത്തിന്റെ വെളിച്ചമായി പ്രകാശിപ്പിച്ചുകൊണ്ട് അത് അന്ന് ആയിരുന്നപ്പോൾ തന്നെ ഇന്നും രാജ്യത്തിന് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അയാൾ വാൽസിന്റെ ഉണർന്നാൽ അത്രയേറെ നിറഞ്ഞിരുന്നിട്ട് അയാൾ വാൽസിന്റെ ഉണർവായി തീർന്നിരുന്നു. നമുക്ക് ഈ ദിവസത്തേക്ക് വിഭാഗിച്ചു നൽകിയിരിക്കുന്ന അവന്റെ വചനത്തിന്റെ ശക്തിയാൽ അത്രയേറെ ക്രിസ്തുവിനാൽ നിറഞ്ഞിട്ട് നാം അവന്റെ വചനത്താൽ പ്രതിഫലിക്കേണ്ടതാകുന്നു. സഹോദരന്മാരെ, ലോകത്തിന്റെ കാര്യങ്ങൾക്കായി കുനിയരുത്, ചെയ്യരുത്. ഈ ചിന്താകുലങ്ങളെല്ലാം നിങ്ങളെ ദൂരമാക്കി കളയും. സുവിശേഷത്തോടൊപ്പം നിൽക്കുക, ഓരോ വചനത്തെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഫാദർ പറഞ്ഞിരിക്കുന്നതിലേക്ക് തിരികെ പോകരുത്. ഈ ദിവസം എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് യേശു പറഞ്ഞിരിക്കുന്നതിലേക്ക് നമുക്ക് പോകാം. അതെ സാർ, സുവിശേഷത്തെ പ്രകടമാക്കിക്കൊണ്ട് ഈ കാലത്തിന്റെ പ്രകാശമായിരിക്കേണ്ടവർ നമ്മളാകുന്നു. ലൂഥർ അവന്റെ വെളിച്ചമായിരുന്നു, വെസ്ലി അവന്റെ വെളിച്ചവുമായിട്ടായിരുന്നു, പെന്തക്കോസ്ത് അവന്റെ വെളിച്ചവുമായിരുന്നു. എന്നാൽ നാം യാത്രയിൽ വളരെ മുകളിലായി പുറത്തേക്ക് വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓർക്കൂ, നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആ ഓഫീസറെ പോലെ ആയിരിക്കും. അത് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓർക്കൂ, ഇത് 7ാം സഭാകാലമാകുന്നു, ലവോദിക്ക സഭാകാലം. വെളിപ്പാട് 3 പ്രകാരം അവർ ക്രിസ്തുവിനെ നിരസിച്ചിരിക്കുന്നു. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ സഭാകാലത്തിലും അത് എല്ലാത്തിലും വെച്ച് ഏറ്റവും മോശമായത് ലവോദിക്ക സഭാകാലമായിരുന്നു. അതവനെ പുറത്താക്കി, അവനെ നിരസിച്ചു കളഞ്ഞു, അവനെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ പോപ്പ് റോമിലേക്ക് കടക്കുന്നതിന് മുമ്പായി റോമിൽ നിന്ന് യെരൂശലേമിലേക്ക് പോയപ്പോൾ ചന്ദ്രൻ ഇരുണ്ടു പോയത് നിങ്ങൾ കണ്ടില്ലേ? യെരൂശലേം ഏറ്റവും പഴക്കമുള്ള സഭ. ചന്ദ്രൻ സഭയുടെ ഒരു മാതൃക. സൂര്യന്റെ അഭാവത്തിൽ എപ്പോഴും അത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. അത് ഇരുണ്ടുപോയി. 3-4 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് സഭകളിലും വീടുകളിലും ഞാൻ ഇവിടെ ബോർഡിൽ വരച്ചതിനെ കാണിച്ചിരുന്നു. അതെന്തായിരുന്നു? അതൊരു നിഴലായി. ആദ്യമായിട്ട് ഒരു പോപ്പ്, അദ്ദേഹം പൗലോസ് എന്ന പേരിൽ ഇവിടേക്ക് വന്നിട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം പോയി നദികളെ മറികടന്നുകൊണ്ട് അതിനെ അനുഗ്രഹിക്കാനും മറ്റുമായിരുന്നു. നദി അനുഗ്രഹിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് നാം ജീവിക്കുന്ന ഈ സഭാകാലത്തിന് എന്ത് പറ്റി? നിങ്ങൾക്കത് കാണാനാകുന്നില്ലേ? ദൈവം അത് ആകാശത്തിൽ പ്രസിദ്ധമാക്കുന്നു, അത് അവന്റെ വചനത്തിൽ പ്രസിദ്ധമാക്കുന്നു, അത് പേപ്പറിൽ പ്രസിദ്ധമാക്കുന്നു, അതിനെ ജനങ്ങളുടെ പ്രസിദ്ധമാക്കുന്നില്ലേ? നിങ്ങൾക്ക് കണ്ണുകൾ തുറന്ന് ആ മണിക്കൂറിനെ കാണാനാകുന്നില്ലേ? ഇവയെല്ലാമാണ് സത്യത്തിന് സാക്ഷ്യം പറയുന്നത്. ഇത് ഈ മണിക്കൂറിന്റെ വെളിച്ചമാകുന്നു. ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹത്തായ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്ത് ശ്രദ്ധിക്കൂ. അതിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. വെളിപ്പാട് 17 പറഞ്ഞിരിക്കുന്നത് പോലെ കൃത്യമായി മൃഗത്തിന്റെ മുദ്ര അത് എന്തു ചെയ്യും എന്ന് പറഞ്ഞിരുന്നത് രൂപപ്പെടുത്തുകയാണ്. അതുണ്ടായിട്ട് അതിലേക്ക് കടക്കുന്നതുവരെ പെന്തക്കോസ്തുകാരായ നിങ്ങൾ അനങ്ങാതിരിക്കാൻ പോവുകയാണോ? ആജ്ഞാ സ്വഭാവമുള്ള സമയം കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. എഴുന്നേറ്റ് നിങ്ങളുടെ വിളക്ക് തെളിക്കേണ്ട സമയം ഇതാകുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷ ശക്തിയാലും അധികാരത്താലും പ്രകാശിപ്പിൻ. ഇത് ജനസമ്മതിയില്ലാത്തതാണെന്ന് എനിക്കറിയാം. എന്റെ അനേക പെന്തക്കോസ്ത് സുഹൃത്തുക്കൾ പോപ്പും അങ്ങനെയുള്ളവരുമായിട്ടെല്ലാം ഇരുന്നു കൊണ്ട് നല്ല ഒരു ആത്മീയ സഹാനുഭൂതി എന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ച് അത് തെറ്റാണ്. അത് ബൈബിളിനെതിരാണ്. ദൈവത്തിന്റെ വചനം മാത്രം സത്യമായിരിക്കട്ടെ. അതെ സർ, ഇപ്പോഴാണ് അതിന് സമയം. ഈ മഹത്തായ പ്രസ്ഥാനങ്ങൾ അതിലേക്ക് കടക്കുന്നത് നാം കാണുന്നു. ഓ, അത് പ്രാകൃത കണ്ണുകൾക്ക് വളരെ നന്നായി കാണപ്പെടുന്നു. തീർച്ചയാണ്, ആ ദിവസം, ആ നാളുകൾ മുഴുവനും കയ്യഫാവ് പുരോഹിതന്മാർക്ക് വെളിപ്പെടുത്തിയിരുന്നത് കാഴ്ചയ്ക്ക് വളരെ നന്നായി കണ്ടിരുന്നു. എന്നാൽ വചനത്തെ ജീവിപ്പിച്ചിരുന്ന വെളിച്ചം യേശുവായിരുന്നു. അവരുടെ പ്രസ്ഥാനവും മറ്റും അവരുടെ കണ്ണിനെ അതിൽ നിന്നും കുരുടാക്കിയിരുന്നു. അവൻ പറഞ്ഞു, അവരെ തനിയെ വിട്ടേക്കൂ. കുരുടൻ കുരുടനെ വഴികാട്ടുന്നു, അവരെല്ലാവരും കുഴി വീഴും. സഹോദരന്മാരെ, സഹോദരികളെ, നാം ആ സമയത്തേക്ക് തിരികെ വന്നിരിക്കുന്നു. നാം തിരികെ ആ മണിക്കൂറിൽ വന്നെത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, എന്തുകൊണ്ടാണ്? അതേ കാരണത്താൽ കഴിഞ്ഞുപോയ ദിവസങ്ങളിലും നാം ജീവിച്ചു പോകുന്ന ഈ മഹത്തായ സമയങ്ങളെല്ലാം തന്നെ നാം കണ്ടത് അവർ എല്ലാവരും ശരിയായിരുന്നു എന്നാണ്. അവർക്കെതിരായി നമുക്കൊന്നും തന്നെയില്ല. എന്നാൽ ഈ ലവോദിക്ക സഭാകാലം വളരെ ശ്രദ്ധിക്കുക. ഓർക്കൂ,
അത് ക്രിസ്തുവിനെ നിരസിച്ചിരിക്കുന്നു. അതാണ് കൃത്യമായും ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ മഹത്തായ പ്രസ്ഥാനം ചുറ്റിനുമായി യാത്ര ചെയ്തിട്ട് എല്ലാ പ്രൊട്ടസ്റ്റുകളെയും ഈ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നു. അത് ചെയ്യുന്നതാണ്, അത് സ്വയം ഓരോ വചനത്തെയും ഇരുളാക്കുന്നു. വചനം ക്രിസ്തുവാകുന്നു. അവർക്കത് ചെയ്യാനാകുന്നെങ്ങനെ? ക്രിസ്ത്യൻ സയൻസുകാരും യുണൈറ്റഡ് ബ്രദറൻകാരും മറ്റനേക സംഘടനയിൽപ്പെട്ട ജനങ്ങളുമുണ്ട്. ചിലർ കന്യകാ ജനത്തിൽ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല, ചിലർ ഇതും അതും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ അവിശ്വാസമായി യോജിപ്പിക്കാൻ കഴിയുന്നത്? രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ അവരെങ്ങനെ ഒരുമിച്ച് നടക്കും? അവരൊന്നും പുറപ്പെട്ടു വന്ന് വേർപെട്ടിരിപ്പിൻ. ദൈവത്തിന്റെ പരിശുദ്ധമായ വചനമെടുത്ത് ആദ്യമായി നിൽക്കുക. യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ പ്രത്യക്ഷമാക്കാൻ കടമപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് വേണ്ട കാര്യമെന്നത് മലാക്കി 4 ഉയർത്തിക്കൊണ്ടുവരിക എന്നതാകുന്നു. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ മറ്റൊരു പ്രവാചകൻ എഴുന്നേറ്റ് വരും. അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതിനെ കൃത്യമായും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. എന്നാലും മനുഷ്യൻ അന്ധമായി അതിനെ നിരസിച്ചിട്ട് അവർ എപ്പോഴും ചെയ്തു പോകുന്നതുപോലെ തന്നെ നേരെ അന്ധകാരത്തിലേക്ക് നടന്നു പോകും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അതേ കാരണത്താൽ, അതായത് ഇന്ന് അവർ അത് നിരസിക്കുന്നു. സഭകൾ സന്ദേശം നിരസിച്ച് വചനത്തെ ക്രൂശിക്കുന്നു, വചനത്തെ പുറത്തേക്കെടുത്തിരിക്കുന്നു എന്ന് നാം കണ്ടു. ഇപ്പോൾ നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സഭ പോലും കാണില്ല. അവർ അതിനെ അടച്ചുപൂട്ടും. നിങ്ങൾക്ക് അതിലേക്ക് തന്നെ വരേണ്ടി വരും. നിങ്ങൾ അതിലേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളെ അടച്ചുപൂട്ടും. പിന്നെ അതിനെക്കുറിച്ച് എന്താണ്? ശരിയായതിനു വേണ്ടി നിലകൊള്ളുക. ഓർക്കൂ, അത് വീണ്ടും ക്രൂശീകരിക്കുന്ന സമയം ഏകദേശം അടുത്തിരിക്കുകയാണ്. വളരെ കാലമാകില്ല. ഒരു കപട വെളിച്ചത്താലാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോഷണം ഇംഗ്ലണ്ടിൽ നടത്തിയത്. ഏറ്റവും വലിയ മോഷണം നടത്തിയത് ഒരു കപടമായ വെളിച്ചത്താലാണ്. $7 ദശലക്ഷം മോഷണം നടത്തിയത് ഒരു കപട വെളിച്ചത്തിന്റെ കീഴിൽ. ആ ട്രെയിനിന്റെ വേഗത കുറച്ചിട്ടായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡിന് ആ മനുഷ്യരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ അത്രയേറെ ചാതുര്യതയോടെ അതുമായി കടന്നു കളഞ്ഞു. കള്ളന്മാരാൽ ഭൂമിയിൽ മോഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയ മോഷണമായി അതിനെ കണക്കാക്കുന്നു. അത് ലോകത്തെ മോഷ്ടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മോഷണമായിരുന്നു. യേശു ക്രിസ്തു സഭയിൽ നടന്ന ഏറ്റവും വലിയ മോഷണം എന്നത് ഒരു കപട വെളിച്ചത്തിന് കീഴിൽ മറ്റൊരു കാലത്തിന്റെ അതിപ്രഭയിൽ നടത്തി ഈ കാലത്തിലേക്ക് മുൻകൂട്ടി പറയപ്പെട്ട വെളിച്ചത്തെ നിരസിക്കുക എന്നതാണ്. ആമേൻ. കപട വെളിച്ചം, ഇന്നലത്തെ ഒരു അതിപ്രഭ, ഇന്നലത്തെ അതിപ്രഭയിൽ നടക്കരുത്. ഇന്നത്തെ സൂര്യന്റെ ചൂടിനടിയിൽ നടക്കുക. അത്ഭുതാശ്ചര്യങ്ങളുടെ കാലം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരിക്കലും ഒരു ഭാഗ്യസഭയുടെ നിഴലിൻ കീഴിലേക്ക് വലിക്കരുത്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ ഭൂതഭാഷ സംസാരിക്കും. ഈ അടയാളങ്ങൾ അവരെ പിന്തുടരും. അവർ പറയും, ഇതെല്ലാം അപ്പോസ്തലന്മാർക്കുള്ളതായിരുന്നു, നമുക്ക് വേണ്ടിയുള്ളതല്ല. അതൊരു അതിപ്രഭയായിരുന്നു. യേശു പറഞ്ഞു, ലോകമെമ്പാടും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അതെ സർ. ഇപ്പോഴത്തെ കുഴപ്പമെന്താണ്? അതിപ്രഭയിൽ നടക്കുന്നതോ അതാണ് ഏറ്റവും വലിയ മോഷണത്തിന് കാരണമായത്. അത് ക്രിസ്തുവിനെ സഭയെന്നും എടുത്തു കളഞ്ഞു. നോക്കൂ, ഇന്നേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനത്തെ ഇന്നലത്തെ ഏതെങ്കിലും ഒരു തണുത്ത മതവിശ്വാസത്തിലൂടെ ക്രിസ്തു പ്രത്യക്ഷമാക്കുന്ന എങ്ങനെ? അത് ആ വിത്തിനെ ചൂടുപിടിപ്പിക്കില്ല. ഇല്ല സാർ. സഭയുടെ ഏറ്റവും വലിയ മോഷണം ചൂടാക്കലോ മാത്രമല്ല, ഇന്നത്തെ വിത്തിനെ ആ തണുത്ത മതവിശ്വാസത്തിന്റെ വെളിച്ചത്തിന് വിളയിക്കാനാകില്ലെന്ന് ഓർക്കുക. അത് വിത്തിനെ നിരസിക്കുന്നു. അത് ഭൂമിയിലെ മഞ്ഞും നിബിഡതയുമാകുന്നു. ഇത് ദൈവം എഴുന്നേറ്റ് അവന്റെ വചനത്തെ ജീവിപ്പിച്ചുകൊണ്ട് വെളിച്ചത്തെ വീണ്ടും പ്രകാശിപ്പിക്കേണ്ട സമയമാകുന്നു. തീർച്ചയായും വെളിച്ചം ആ തണുത്ത മതപ്രമാണം വിത്തിനെ വിളയിക്കില്ല. അത് തീർച്ചയായും ചെയ്യില്ല. കൂടാതെ ഓർക്കൂ, നാഗരികത സൂര്യനുമായി ചേർന്ന് യാത്ര ചെയ്തിരുന്നു. തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രകൃതി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് ഉപമകളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്കത് ചെയ്യുന്നുള്ള വിദ്യാഭ്യാസമില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്ക് കിട്ടിയിരിക്കുന്നത് ലോകത്തിലെ സകല വിദ്യാഭ്യാസത്തെക്കാളും ഉയർന്നതായിരിക്കുന്നതിനാൽ എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്ക് യേശുക്രിസ്തുവുണ്ട്. അവന്റെ വചനത്തിലൂടെ അവൻ ജീവിക്കുന്നത് ഞാൻ കാണുന്നു. അത് മാത്രമാണ് എനിക്ക് എല്ലാമായിട്ട് ആവശ്യമായിരിക്കുന്നത്. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നെങ്കിൽ അത് ഇന്നത്തേക്കുള്ള ഉത്തരമാണോ എന്നവൻ തിരുവഴുത്തിൽ നിന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഈ ദിവസത്തിന്റെ ഉത്തരം ക്രിസ്തുവാകുന്നു. ക്രിസ്തു വചനമാകുന്നു. വചനം ജീവനിലേക്ക് കടക്കുമ്പോൾ അത് ഇന്നേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വെളിച്ചത്തെ കാണിക്കും. ഈ ഇരുണ്ട ലവോദിക്ക സഭാകാലത്തിൽ കുറച്ചുപേർ മാത്രം ഞാൻ കൈക്കൊള്ളുന്നവരെ ഞാൻ ശാസിക്കും, ഞാൻ ശിക്ഷിച്ചു നന്നാക്കും, മാനസാന്തരപ്പെടുവൻ. യേശു പറയുന്നു, തിരികെ വരുവൻ, വചനത്തിലേക്ക് തിരികെ വരൂ. വചനം അവനാകുന്നു, അവനിലേക്ക് വരിക. അതെ സർ. വെളിച്ചത്തെ ശ്രദ്ധിക്കുക. അത് കിഴക്ക് നിന്ന് വന്ന് പടിഞ്ഞാറേക്ക് പോകുന്നു. നമ്മൾ പടിഞ്ഞാറേ തീരത്താകുന്നു. അതിന് 3 അവസ്ഥകളുണ്ടായിരുന്നു. അതിനില്ലേ? അതിന് 3 അവസ്ഥകളുണ്ട്.
അത് വെള്ളത്തെ 3 പ്രാവശ്യം മറികടക്കുന്നു. പൗലോസിൽ നിന്ന് മെഡിറ്ററേനിയനിൽ കടന്ന് ജർമ്മനിലേക്ക് വന്നു. ജർമ്മനി ലൂഥറിനെ ഉയർത്തി. ഇംഗ്ലീഷ് കനാൽ കടന്ന് ഇപ്പോൾ അമേരിക്കൻ ഐക്യനാട്ടിലേക്ക്, പിന്നെ ഇംഗ്ലണ്ടിലേക്ക്, പിന്നെ ഇംഗ്ലണ്ടിൽ അത് പസഫിക് കടൽ കടന്ന് അമേരിക്കൻ ഐക്യനാട്ടിലേക്ക് വന്നു. അവളുടെ വഴി ലൂഥറിന്റെ സന്ദേശത്തിലൂടെ പ്രവർത്തിച്ചു. അങ്ങനെ താഴേക്ക് പോയിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ഇവിടെ പടിഞ്ഞാറെ തീരത്ത് വീണ്ടും വരുവോളമായിരുന്നു. വിത്തിന്റെ വിളവെന്നും വളരെ പിന്നിൽ ലൂഥറൻ തുടങ്ങി എല്ലാ കാലത്തിലൂടെയും കടന്ന് അതിപ്പോൾ സുവിശേഷത്തിന്റെ പൂർണ്ണതയിലേക്ക് കടക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ ശക്തി വിളയേണ്ടതുണ്ട്. നീതീകരണത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും പെന്തക്കോസ്ത് കാലത്തിലൂടെയും കാണിച്ചിരുന്ന പ്രകാശം കർത്താവായ യേശുക്രിസ്തു വരവനായി മണവാട്ടി വൃക്ഷത്തെ വിളയിക്കേണ്ടതുണ്ട്. അതിനാൽ അവനും അവന്റെ ഭാര്യയും അവനും അവന്റെ മണവാട്ടിയും ഒരു വ്യക്തിയായി തീർന്ന് ക്രിസ്തു അവന്റെ സഭയിൽ പ്രത്യക്ഷമാകേണ്ടതാകുന്നു. ആമേൻ. നാം ജീവിക്കുന്ന ഈ മണിക്കൂറിലാകുന്നു. ഈ ദിവസത്തിലെ വെളിച്ചം ഇതാകുന്നു. അതിൽ നടക്കുക. സകല ഭൂവാസികളുമായുള്ളവരെ രക്ഷപ്പെട്ടുകൊള്ളുവിൻ. ഈ ദിവസത്തെ സഭകളുടെ അതിപ്രഭ വളരെ ചതിക്കുന്നതാണ്. മത്തായി 24 യേശു പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, കഴിയുമെങ്കിൽ അത് വ്രതന്മാരെയും തെറ്റിക്കും. നോക്കൂ, ലൂഥർ തെറ്റിക്കുമെന്നല്ല. ലൂഥർ ഒരു മെത്തോഡിസ്റ്റിനെ തെറ്റിക്കില്ല. ഒരു മെത്തോഡിസ്റ്റ് ഒരു പെന്തക്കോസ്തുകാരനെ തെറ്റിക്കില്ല. അത് ശരിയാണ്. നോക്കൂ, എന്നാൽ മണവാട്ടിയെ പറ്റി എന്താണ്? അതാണ് പെന്തക്കോസ്തുകളുടെ കണ്ണുകളെ പുറത്താക്കി കളയുന്നത്. അതെ, നോക്കൂ, നിങ്ങളുടെ മതപ്രമാണത്തിലേക്ക്, നിങ്ങളുടെ വ്യവസ്ഥയിലേക്ക് സംഘടിച്ചുകൊണ്ട് നിങ്ങൾ തിരികെ പോയിരിക്കുകയും അവിടെ നിങ്ങൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടെ ഒരു കൂട്ടർ പറയുകയും ചെയ്യുന്നു. ബൈബിൾ ഈ കാര്യങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും നമുക്ക് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ട് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ദൈവം ചില വാഗ്ദത്തങ്ങളെ ചെയ്തിരിക്കുന്നു. അത് എപ്രകാരം പരിശുദ്ധാത്മാവിന് ഊന്നി പറയും. അതെ, അത് മറ്റൊരു കാലത്തിൽ ശരിയായിരുന്നു എന്നിരിക്കാം. ഞങ്ങൾ അതിനെ ആ വിധത്തിൽ വിശ്വസിക്കുന്നില്ല. അത് പരിശുദ്ധാത്മാവായിരിക്കാനിടയില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന മനുഷ്യൻ അവനും വചനവും ഒന്നാകുന്നു. തീർച്ചയായും അതാകുന്നു. അതൊരു ഏകീകരണത്തിന്റെ ഉൽപ്പന്നമാകുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ഏകീകരണം. ഒരു മനുഷ്യന് ഭാര്യയാകാൻ പോകുന്ന സ്ത്രീ അവൾ ചെയ്തുകൂടാ എന്നവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവൾ എങ്ങനെ ചെയ്യും? ലോകവും വിഭാഗീയ സഭകളും സംഘടനകളുമായി ശൃംഖരിച്ചുകൊണ്ട് സമയത്തിന്റെ വെളിച്ചത്തെ നമുക്ക് നിരസിക്കാനാകുന്നത് എങ്ങനെ? അത് ചെയ്യുന്നത് എങ്ങനെയാണ്? സഹോദര സഹോദരി, നിങ്ങൾ ഓരോരുത്തരോടും ദൈവിക സ്നേഹവും ബഹുമാനവുമുണ്ട്. ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാനാകുന്നു? നമുക്ക് എങ്ങനെ അത് കേൾക്കാനാകുന്നു? അതിനെ വീണ്ടും നമ്മുടെ അരയിലേക്ക് തന്നെ അത് തിരിച്ചറിയുന്നു. ലൂഥറൻകാരെ കുറ്റപ്പെടുത്തരുത്, കാരണം അവർ കത്തോലിക്കരെ കുറ്റപ്പെടുത്തുന്നു. എസ്ലിലുള്ളവരെ കുറ്റപ്പെടുത്തരുത്, കാരണം അവർ ലൂഥറൻകാരെ കുറ്റപ്പെടുത്തുന്നു. നോക്കൂ, അങ്ങനെയായിട്ട് നിങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ കുറ്റം വിധിച്ചിട്ട് അതിൽ നിന്നും ദൂരമായി പോകുന്നു. നിങ്ങളുടെ സഭകൾ ഈ മഹത്തായ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിലേക്കും അങ്ങനെ ഉള്ളതിലേക്കും മറ്റും പോകും നിങ്ങൾ കാണുകയും നിങ്ങളെ നയിക്കുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരും മൃഗത്തിന്റെ മുദ്രയിലേക്ക് കടക്കുകയും നിങ്ങൾക്കത് ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു. വളരെയേറെ പരമാർത്ഥ ഹൃദയർ നേരെ അതിലേക്ക് കടന്നു പോകുന്നു. നിങ്ങൾ പറയും, അവർ നല്ല ജനങ്ങളാണ്, വിശുദ്ധ ജനങ്ങളാണ്. അങ്ങനെയായിരുന്ന ആ പുരോഹിതന്മാരും യേശു ക്രിസ്തുവിന്റെ പവിത്രത എനിക്കെടുക്കണമെങ്കിൽ, അതല്ല ആത്മാവിന്റെ ഫലങ്ങളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ നിങ്ങൾ അനേകർ കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ധിക്കരിക്കുന്നതല്ല, അതിലെ ഓരോ വാക്കും ഞാൻ വിശ്വസിക്കുന്നു. അനേകർ പറയും, ഓ, ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്, എനിക്കത് കിട്ടി. ഇത് അതല്ല. അല്ല സാർ, അവരിൽ അനേകർ പറയുന്നത് ആത്മാവിന്റെ ഫലങ്ങൾ അതാണോ അത്? ഒരു നിമിഷം നമുക്ക് യേശുവിനെ ഒരു വിചാരം നിർത്താം. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. നിങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരാം. ഞാൻ പുരോഹിതനാണെന്ന് വെക്കുക. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നാസറേനായ യേശു എന്ന് വിളിക്കുന്ന ഈ ചെറുപ്പക്കാരൻ പട്ടണത്തിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ അവനെ കേൾക്കരുത്. ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങളുടെ ദയാവാനായ വയസ്സ് എന്ന പുരോഹിതൻ, അവനും അവന്റെ അപ്പൂപ്പനും അപ്പൂപ്പന്റെ അപ്പൂപ്പനും എല്ലാവരും പുരോഹിതന്മാരായിരുന്നു. അവന്റെ യൗവനത്തിലെ സകല ദിവസവും അവൻ ത്യാഗം ചെയ്തിരുന്നു. അവൻ ഇവിടെ സെമിനാരിയിൽ തന്നെ താമസിച്ചിരുന്നു. അവൻ ശ്രദ്ധിച്ചിരുന്നു, അവൻ വിശ്വസിച്ചിരുന്നു. അവർ അവനെ പഠിപ്പിച്ചതെല്ലാം അവൻ ചെയ്തിരുന്നു. അവന് തിരുവഴുത്തിന്റെ എ മുതൽ ഇസഡ് വരെ അറിയാം. അവൻ സ്വയം അത് എഴുതിയിട്ടുമുണ്ട്. പരീശന്മാർ ചെയ്തിരുന്നത് പോലെ അവൻ സ്വയം തിരുവഴുത്തുകളെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഇതാ അവൻ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അവന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ചപ്പോൾ സംഭവിച്ചെന്താണ്? നിങ്ങളുടെ കിടക്കക്കരികൾ നിന്നതാരായിരുന്നു? ആ ദയാവാനായ വയസ്സ് എന്ന പുരോഹിതൻ. അമ്മയും അപ്പനും വേർപിരിയാൻ തുടങ്ങിയപ്പോൾ അവർ രണ്ടുപേരുടെയും കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ദൈവത്തെങ്കിലേക്ക് തിരികെ കൊണ്ടുവന്നാരാണ്?
ആ ദയാവാനായ വയസ്സെന്ന പുരോഹിതൻ, അതെ, പാപയാഗത്തിന് യഹോവയ്ക്ക് ബലിയർപ്പിക്കാനായി ഒരു ആടാവശ്യമായിരുന്നു. വാണിജ്യക്കാർ അവർ പട്ടണങ്ങളിൽ പാർത്ത് അവർ അവരുടെ സാമഗ്രികൾ വിറ്റുപോരുകയും അങ്ങനെയും മറ്റുമാകുന്നു. അവരുടെ ഉൽപ്പന്നങ്ങളെ അതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതും അവർ വിറ്റുപോന്നിരുന്നു. അവർ ആളുകളെ വളർത്തിയിരുന്നില്ല. അപ്പോൾ പുരോഹിതന്മാർ എന്തു ചെയ്തിരുന്നു? അവന്റെ പ്രാണനെ യഹോവയുമായി മങ്ങലില്ലാതാക്കാനും ഈ മനുഷ്യനകത്തെ കടന്നു പോകേണ്ടതിനും അവിടെ ഒരു ചെറിയ ഉയർന്ന സ്ഥലമുണ്ടാക്കി അവർക്ക് അവിടെ നിന്നുകൊണ്ട് ആടുകളെ വിൽക്കാൻ സാധിച്ചിരുന്നു. നസ്രയനായ യേശു എന്ന ഈ വ്യക്തി ചെയ്തതെന്താണ്? അവൻ ഏത് സഭയിൽ നിന്ന് വരുന്നു? അവൻ ഏത് ഭാഗ്യസഭയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഏത് കൂട്ടായ്മ ചീട്ടാണ്? ഞങ്ങൾ അവനെ തൊലിച്ചു പുറത്താക്കും. ഞങ്ങൾക്ക് അവനുമായി ഒന്നും ചെയ്യാനില്ല. കാരണം അവൻ ഞങ്ങളെ ഓരോരുത്തരെയും കുറ്റപ്പെടുത്തുന്നു. അവൻ ചെയ്തെന്താണ്? അവൻ അവിടേക്ക് ചെന്ന് അതിനെ എടുത്ത് അവിടെ സഭയിലെ ജനങ്ങൾ അവരുടെ പ്രാണനെ ദൈവമായി നിരപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നാം അതിനെ ഇന്ന് വിളിക്കുന്നത് പോലെ ആത്മീയ മനസ്സുള്ളവർ. അവൻ മേശയെ ചവിട്ടി തെറിപ്പിച്ച് കാശെല്ലാം വലിച്ചെറിഞ്ഞ് ചാട്ടവാറെടുത്ത് അവരെല്ലാവരെയും അടിക്കുകയും അവരെ ഓടിച്ചു കളയുകയും ചെയ്തു. മാത്രമല്ല, നിങ്ങളുടെ ദൈവഭക്തന്മാരായ പുരുഷന്മാരെ പിശാചിന്റെ മക്കളെന്ന് വിളിക്കുകയും ചെയ്തു. നിങ്ങൾ സാമ്പത്തിക കഷ്ടത്തിന്റെ പരാധീനതയിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് തിരികെ കൊടുക്കണമെന്ന വ്യവസ്ഥയിൽ കാശ് കടന്നെന്നവരെ അങ്ങനെ വിളിച്ചു. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളെടുക്കൽ നിന്ന് നിങ്ങളെ അടക്കം ചെയ്യാൻ പോകുന്നത് ആരാണ്? അങ്ങനെയുള്ള ഒരു ദയാവാനായ പുരോഹിതനായിരിക്കും. അവന് ആത്മാവിന് ഫലങ്ങളുണ്ട്. എന്നാൽ ഈ നസ്രയനായ യേശു എന്ന് വിളിക്കുന്നവന് ആത്മാവിന് ഫലങ്ങളുണ്ടോ? നിങ്ങൾക്ക് അന്യഭാഷകൾ സംസാരിക്കുന്നതിൽ വിധിക്കാനാകില്ല. ആത്മാവിന്റെ ഫലങ്ങളാലും വിധിക്കാനാകില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യക്ഷമാക്കലാണ് വെളിച്ചത്തെ കൊണ്ടുവരുന്നത്. അതാണ് വെളിച്ചം. അതാണ് അത് ചെയ്യുന്നു. ആ വെളിച്ചം നടക്കുന്ന മനുഷ്യൻ യേശുക്രിസ്തു അന്യഭാഷകൾ സംസാരിച്ചിരുന്നിട്ടും അവൻ അത് സ്ഥാപിക്കാൻ വേണ്ടിയല്ല വന്നത്. അവൻ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവൻ ആത്മാവിന്റെ ഫലം ആയിരുന്നില്ല. നിങ്ങൾക്കത് ന്യായം വിധിക്കാനാകില്ല. എന്നാൽ അവൻ വിശ്വസിച്ചിരിക്കുകയും അത് ഊന്നി പറഞ്ഞിരിക്കുകയും ചെയ്തിട്ട് ആ കാലത്തിലേക്ക് പറയപ്പെട്ടിരുന്ന ഓരോ വചനത്തിലൂടെയും ദൈവം അവനിലൂടെ ജീവിച്ചു. ആ സമയത്തിന് വെളിച്ചം അതായിരുന്നു. അതാണ് ആ തെളിവ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അപ്രകാരമല്ലെന്നവർ നിരസിക്കും എന്നോടൊരു മനുഷ്യൻ പറയുമെങ്കിൽ അവിടെ എന്തോ ചില തെറ്റുണ്ട്. ഇന്ന് ഈ സെമിനാരികളിൽ മനുഷ്യരെ ബുദ്ധിഭ്രമം ചെയ്യിക്കുന്ന മതതത്വ സംഹിതകളും അങ്ങനെയുള്ളതും മറ്റും പഠിപ്പിക്കുമ്പോൾ അവിടെ അവർക്ക് എന്തോ ചിലത് തെറ്റായിട്ടുണ്ട്. ആ മനുഷ്യർ ദൈവത്തിന്റെ വചനത്തിനെതിരായി അതേ കാര്യം ചെയ്തിട്ട് ഇവിടെ താഴെയുള്ള എക്യൂമെനിക്കൽ അറവുശാലയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ്? തീർച്ചയായും അത് തെറ്റാണ്. ഞാനത് പറയുന്നത് കർത്താവിന്റെ നാമത്തിലാണ്. അത് സത്യം വെളിച്ചമായി സമയത്തിന്റെ വെളിച്ചമല്ലേ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കാണുക. കടത്തുറഞ്ഞ മതപ്രമാണങ്ങൾ ഒരിക്കലും ഒരു കൊയ്ത്തു കൊണ്ടുവരില്ല. കുഞ്ഞാടുക്കത്താൽ കഴുകപ്പെട്ട വചനവുമായി ഒന്നായി സഭയായി തീർന്ന ഒരു സഭ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ ദിവസത്തിലുള്ള സഭകളുടെ അതിപ്രഭ വളരെ ചതിക്കുന്നതാണ്. യേശു പറഞ്ഞു, കഴിയുമെങ്കിൽ ഏകദേശം തിരഞ്ഞെടുക്കപ്പെട്ടവരെയും എന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ. എന്നാൽ നോഹയുടെ നാൾക്കൾ എന്നതുപോലെ അവിടെ 8 ആത്മാ രക്ഷ പ്രാപിച്ചു. ആ പ്രകാരം തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലുമാകും വളരെ വളരെ കുറച്ചുപേരെ ആ സമയത്ത് രക്ഷപ്പെടുകയുള്ളൂ. അത് ചെയ്യാൻ പോകുന്ന എന്താണ്? അത് നേരെ കശാപ്പ് ശാലയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. അതിപ്പോൾ ജീവിക്കുന്ന ഈ അന്ധകാരത്തിൽ നാം കണ്ടതാണ്. ഞാനിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ വർത്തമാന കാലത്തിൽ അന്ധകാരത്തിൽ, നാം ജീവിക്കുന്ന ഈ വർത്തമാന കാലത്തിൽ ആകാശങ്ങളിൽ വെളിച്ചം നീങ്ങിപ്പോയപ്പോൾ അതിനു മുമ്പേ നമ്മെ അത് കാണിക്കാനായി അത് നമ്മുടെ തന്നെ അണഞ്ഞുപോയി. എന്ത് സംഭവിച്ചെന്ന് ബൈബിളിലെ 7 മുദ്രകളാൽ കാണിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ ദൈവം അത് ശരിക്കും ആകാശത്തിൽ കാണിച്ചിട്ട് ഭൂമിയിൽ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. സഭകൾ നേരെ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ വചനത്തെ കാത്തുകൊള്ളുന്ന ചെറിയ കൂട്ടരായ മണവാട്ടിയെ രക്ഷിക്കാൻ പോകുന്നതാരാണ്? അവളെ സ്വയം ആ തണുപ്പിലേക്ക് പരിണമിപ്പിക്കാൻ പോകുമ്പോൾ അവൾക്ക് സംഭവിക്കാൻ പോകുന്നതാണ്. ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനം സമർത്ഥിക്കപ്പെടുമ്പോൾ അവൾ തണുക്കില്ല. ഓ അതെ, അതെ, അതും ഇതും എല്ലാം ഒന്ന് തന്നെ എന്ന് സഭകൾ പറയുമ്പോൾ അത് ജനങ്ങളെ അമ്പരപ്പിക്കുന്നു. എനിക്കറിയാം അത് അങ്ങനെ ആയിരിക്കുമെന്ന് യേശു പറഞ്ഞു. കഴിയുമെങ്കിൽ അത് വ്രതന്മാരെയും തെറ്റിക്കും. അതുവരെയും അതങ്ങനെയായിരിക്കും. ഓ അതെ, അതെ സർ. വളരെ നാളുകളാകില്ല, ഫ്ലോറിഡയിലെ ഒരു വ്യക്തിയെ അതിന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഷെവർലറ്റ് കാർ ഉണ്ടായിരുന്നു. അതുമായി അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് പോയി. പറഞ്ഞു, അദ്ദേഹം ഒരു ഗരാജിനായി നോക്കി. മെക്കാനിക് അതിനെ നന്നേ പരിശോധിച്ചിട്ട് അതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചു. എന്നിട്ടും അവൻ അത് സ്റ്റാർട്ട് ചെയ്യാനായില്ല. അവന് ചെയ്യാനാകുന്നതെല്ലാം ചെയ്തിട്ടും അവൻ അതിന് കഴിഞ്ഞില്ല. അവൻ ഈ വ്യത്യസ്തമായ സകലതും മാറ്റിവെച്ചു. എന്നാൽ എന്തോ മറ്റൊന്നായിട്ട് അത് പ്രവർത്തിച്ചില്ല. അവൻ അതിനെ സ്റ്റാർട്ട് ചെയ്യാനായില്ല.
അവൻ പിന്നെയും പിന്നെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ മെക്കാനിക് കെട്ടത്തിന് ചുറ്റിനും ഓടി അതും ഇതും എല്ലാം എടുത്തുകൊണ്ടുവന്നു. അവൻ വളരെ വിഷമിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന മനുഷ്യൻ പറഞ്ഞു, എന്റെ കാറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് സാർ, ഞാൻ താമസിച്ചു പോയിരിക്കുന്നു, താങ്കൾക്കത് ശരിയാക്കാൻ കഴിയില്ലേ? അവൻ പറഞ്ഞു, എനിക്ക് ചെയ്യാനാവുന്നെല്ലാം ഞാൻ ചെയ്യുന്നു. വളരെ വിഷമമുള്ളതായിരുന്നിട്ടും തുടർന്നും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവൻ നടന്നാകുന്നു. വളരെ നല്ല വേഷം ധരിച്ച ഒരു മാന്യ വ്യക്തി നേരെ നടന്നു വന്നിട്ട് അല്പനേരം അവനെ നോക്കി. അവന്റെ തല ചായച്ച് അവിടെ എല്ലാം നോക്കിയിട്ട് അയാൾ ആ മെക്കാനിക്കോട് പറഞ്ഞു. അയാൾ ചോദിച്ചു, താങ്കൾ ഇതിൽ അല്പം ഒന്ന് തൊട്ടു നോക്കാത്തെന്താണ്? നിങ്ങൾക്ക് കറണ്ട് കിട്ടുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി ഇതുവരെയും ചിന്തിച്ചില്ല. അങ്ങനെ അവൻ ആ ചെറിയ സാധനത്തെ, അതെന്തായാലും ശരി, അല്പം ഒന്ന് പിടിച്ചു തിരിച്ചു. അവൻ അതിലൂടെ കറണ്ട് കിട്ടി. ആ കാർ സ്റ്റാർട്ടായി. അവൻ ചുറ്റിനും നോക്കിയിട്ട് ചോദിച്ചു, താങ്കൾ ആരാണ്? അദ്ദേഹം ആരായിരുന്നു താങ്കൾക്കറിയാമോ? ജനറൽ മോട്ടോർ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് അതിനെ നിർമ്മിച്ചത്. അദ്ദേഹമാണ് അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ മണിക്കൂറിൽ സഹോദര, നമ്മുടെ ഉണർവുകൾക്ക് എന്തു പറ്റിയെന്ന് നാം അതിശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരണം എന്താണ്? നമുക്ക് സാമഗ്രികളെല്ലാം കിട്ടിയിരിക്കുന്നു, നമുക്ക് യന്ത്രശാസ്ത്രം കിട്ടി. എന്നാൽ അതിന്റെ ബലതന്ത്രം എവിടെ? യേശുക്രിസ്തുവിനെ ആരെങ്കിലേക്ക് കൊണ്ടുവരേണ്ടത്. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കാരണം എന്താണ്? ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവ് വിളിക്കുന്ന ഒരുവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ! അതിന് ബലതന്ത്രത്തെ തൊടാനാകും. അവനാണ് യന്ത്രശാസ്ത്രത്തിന്റെ ബലതന്ത്രം. രാജ്യത്തിലുള്ള സഭകളിൽ വെച്ച് ഏറ്റവും വലിയ ഒന്നായി പെന്തക്കോസ്തുകളായി നാം നിൽക്കുന്നു. 1000 ഗുണം 1000 പേർ വർഷം തോറും കൂട്ടിച്ചേർക്കപ്പെടുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിടെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നാം അത് സ്വീകരിക്കുന്നു. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നാം കണ്ടു. മെത്തഡിസ്റ്റുകൾ അത് ആർപ്പിട്ടുകൊണ്ട് സ്വീകരിക്കുന്നു. ലൂഥർ അത് വിശ്വാസത്താൽ സ്വീകരിക്കുകയും അങ്ങനെയും മറ്റുമാകുന്നു. അതാകുന്നില്ല, അത് വചനമാകുന്നു. അത് വചനം തെളിക്കുന്നതാകുന്നു. വെളിച്ചം യന്ത്രശാസ്ത്രത്തെ തെളിക്കുകയും അവർ ബലതന്ത്രങ്ങളായി തീരുകയും ചെയ്യുന്നതാണ്. അവർ യന്ത്രശാസ്ത്രങ്ങളാകുന്നു. യന്ത്രശാസ്ത്രം ബലതന്ത്രമായി മെക്കാനിക്കിന്റെ അടുക്കൽ വരുമ്പോഴാകുന്നു അത് അതിനെ ഉരുണ്ടുപോകാനായി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ശരിയാണ്. വചനമെടുക്കുക. അതിൽ നിന്നും ഒരു ചെറിയ കാര്യം വിട്ടുപോയാൽ അത് സ്റ്റാർട്ടാകില്ല. സകല ഇസവും എല്ലാ മതപ്രമാണവും സകല ഭാരവും വശത്തേക്കിടുക. അതായത് യന്ത്രശാസ്ത്രം പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഒഴുകി ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനത്തെ സമർത്ഥിച്ചു കാണിക്കുന്നു. അപ്പോൾ ഒരു ജെറ്റ് വിമാനത്തെ മുന്നോട്ട് കുതിപ്പിക്കുന്ന യന്ത്രഭാഗത്തെ പോലെ ദൈവത്തിന്റെ മഹത്തായ സഭ അവളുടെ കാലിൽ എഴുന്നേൽക്കുന്നുകൊണ്ട് അവളുടെ ഗുരുവിനെ സന്ധിക്കാൻ ആകാശത്തിലേക്ക് പറന്നുയരും. അത് കൃത്യമായും ശരിയാണ്. നാം അത് ചെയ്യുവോളം അത് പ്രവർത്തിക്കില്ല. അതിനെക്കുറിച്ചുള്ളത് അതാണ്. അതെ സാർ, അത് ആര് ചെയ്യും? ആരാണ് നാം ചിന്തിക്കുന്ന കാര്യത്തെ സൂക്ഷിക്കാൻ പോകുന്നത്? ഓർക്കൂ സഹോദര, ഓർക്കൂ. ഇപ്പോൾ അത് മറ്റൊരു ചെറിയ കഥയെ കൂടെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. കഥകളിലേക്ക് തിരികെ പോകുന്നതല്ല. ഞങ്ങൾ ഒരു യോഗം ന്യൂ മെക്സിക്കോയിലെ കൾസ്ബായിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു സ്നേഹിതൻ കൾസ്ബായിൽ നിന്നിരുന്നു. അവിടെ ഒരു കൂട്ടം ജനങ്ങൾ ഈ ഗുഹയിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു. ഞാൻ ആ ചപ്പ് ചവർ ഒരിക്കലും ചെയ്യില്ല. അവിടെ താഴെ വളരെ ആഴമുണ്ട്. അത് ഏകദേശം സമതലത്തിൽ നിന്നും 1 മൈൽ അകലെയാണ്. ഞാൻ ഇവിടെ മേൽവശത്ത് തന്നെ തൃപ്തനാണ്. അങ്ങനെ അവർ അതിലേക്ക് താഴേക്ക് പോയി. ഞാൻ ഉയരങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, താഴേക്കല്ല. അങ്ങനെ ഞാൻ ഈ മനുഷ്യനെയും കൂട്ടി അവിടെ താഴേക്ക് പുറപ്പെട്ടു. അവൻ ഒരു ആൺകൂട്ടുകാരനായിരുന്നാൽ അവന്റെ കുഞ്ഞുമകനും കുഞ്ഞുമകളും കൂടെ അവരോടൊപ്പം താഴേക്ക് പോയി. മാത്രമല്ല, കൂടാതെ ആ വലിയ അടിത്തട്ടിലേക്ക് പോയിട്ട് ഞാൻ ഊഹിക്കുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 100 കണക്കിനടി താഴെ എന്നാണ്. അവിടേക്ക് പോയി. അവിടെ സ്വിച്ചിന്റെ അടുത്ത് നിന്നിരുന്നയാൾ ഉടനെ സ്വിച്ച് ഓഫ് ചെയ്തു. അത് നിങ്ങളുടെ മുഖത്തിന്റെ മുന്നിലൂടെ നിങ്ങൾ ആ കൈ അനയ്ക്കാൽ പോലും നിങ്ങൾക്ക് കാണാനാകാത്ത വിധം വളരെ ഇരുളും അന്ധകാരവും നിറഞ്ഞതായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി ഒരു ചെറിയ വസ്തു നന്നെ പേടിച്ചു പോയി. അവൾക്ക് കഴിയുന്നതിൽ ഏറ്റവും ഉച്ചത്തിൽ നിലവിളിച്ചു, ഇതിരുട്ടാണ്. ഇരുണ്ടുപോയി തീവ്രമായി കരയുകയായിരുന്നു. അവളുടെ സഹോദരനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഇരുളിൽ വളരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൻ പറഞ്ഞു, ഭയപ്പെടാതെ കുഞ്ഞിനെത്തി, ഇവിടെ വിളക്ക് തെളിക്കാനാകുന്ന ഒരാൾ നിൽപ്പുണ്ട്. ഹല്ലേലൂയ! ചെറിയ സഭ എന്തു ചെയ്യാൻ പോകുന്നു? വിഷമിക്കരുത്. വിളക്ക് തെളിക്കാനാകുന്ന ഒരുവൻ ഇവിടെയുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാകുന്നു. അതെ, കർത്താവായ യേശുക്രിസ്തു. ഓർക്കൂ, അന്ധൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ വിദ്വാൻമാരായ ആ മനുഷ്യർ അവനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് യെരൂശലേമിലെത്തിയപ്പോൾ അതിന്റെ അതിപ്രഭ അവരെ അന്ധരാക്കിയില്ല. അവരുടെ മതതത്വ വേദശാസ്ത്രത്തിന് അത് വിവരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ വശത്തേക്ക് തിരിഞ്ഞപ്പോൾ അവർ അതിനെ അനുഗമിച്ചുകൊണ്ട് നിത്യജീവന്റെ ജീവവെളിച്ചത്തിൽ എത്തിച്ചേർന്നു. ഇന്നുള്ള വാണിജ്യക്കാരായ നിങ്ങൾ
ഈ സംഘടനകളുടെ അതിപ്രഭകളെ ശ്രദ്ധിക്കരുത്. വചനത്തെ ചേർത്ത് പിടിച്ചുകൊള്ളുക. അത് നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കും. ഭയപ്പെടാതെ കുഞ്ഞനുജത്തി, വിളക്കുകളെ തെളിക്കാനാകുന്ന ഒരു മനുഷ്യനുണ്ട്. അവൻ അന്നായിരുന്നത് പോലെ തന്നെ തന്റെ വചനത്തെ ജീവിപ്പിച്ച് കാണിക്കാനായി ക്രിസ്തു ഇവിടെ തന്നെയുണ്ട്. അതവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് സമർത്ഥിച്ച് കാണിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? നമുക്ക് എഴുന്നേൽക്കാം. അടുത്ത യോഗത്തിന് പോകുന്നതിന് മുമ്പ് എനിക്ക് 15 നിമിഷം കൂടിയുണ്ട്. നിങ്ങളുടെ കൈ ഉയർത്തി നിങ്ങൾ പറയുമോ, ദൈവമേ, ഇന്നു രാവിലെ നേരം എന്നൊരു വിളക്ക് തെളിക്കണമേ. ഞാൻ വചനം വിശ്വസിക്കുന്നു. ഞാൻ യന്ത്രശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. കർത്താവെ, ആ ബലതന്ത്രത്തെ ഇല്ലിടിലെ നിങ്ങളുടെ കൈ അവനിലേക്ക് ഉയർത്തി വിളിക്കൂ. കർത്താവെ, വിളക്ക് തെളിക്കണമേ. വെളിച്ചത്തെ തെളിക്കാനാകുന്ന ഒരു മനുഷ്യനിവിടെയുണ്ട്. നാം കമ്മ്യൂണിസത്തിൽ മരിച്ചിരുന്നു. സംഘടനകളുടെ എല്ലാവിധമുള്ള പുഴുവരിച്ചതും തിന്നുകൊണ്ടിരുന്നു. എന്നാൽ വെളിച്ചം തെളിക്കാനാകുന്ന മനുഷ്യനിവിടെയുണ്ട്. ആ മനുഷ്യൻ പരിശുദ്ധാത്മാവാകുന്നു. സ്വയം യേശുക്രിസ്തു തന്നെ ആത്മാവിൽ പ്രത്യക്ഷമായതാകുന്നു. കർത്താവായ യേശുവേ, ഈ ഓരോ കരങ്ങളെയും തുടരണമേ. കരങ്ങളെ മാത്രമല്ല, കരങ്ങളിലൂടെ താഴേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങി സുവിശേഷത്തിന് വെളിച്ചത്തെ തെളിക്കണമേ. യേശുവിൻ നാമത്തിൽ.